അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ஆகவேதான் கர்த்தருடைய வசனம் சொல்லுது சந்தோஷமாயிருங்கள் சந்தோஷமாயிருங்கள் கர்த்தருக்குள் எப்பொழுதும் சந்தோஷமாயிருங்கள் என்று. ഇരിക്കുന്ന വീടിലോ വാഹനത്തിലോ വസ്തുവകകളിലോ സന്തോഷിപ്പാൻ നമുക്ക് വകയില്ല. நாம் வசிக்கிற வீடிலோ ஓட்டி செல்கிற வாகனத்திலோ நமக்கு இருக்கிற ஆஸ்தி ஐஸ்வர்யங்களிலோ சந்தோஷப்படுகிறதுனால நமக்கு காரியம் இல்லை. അതെല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് നമ്മെ വിട്ടു പോകാം. நாம் കണ്ണുകളെ മൂടി തുറப்பதற்கு മുൻപാகவே நம்மை விட்டு சில வேளையில் அகன்று போகிறது. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് വ്യക്തമായി പറഞ്ഞു, ஆனால் நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்து தெளிவாக நம்மிடத்தில் சொன்னார், ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളുകളിലും നിങ്ങളോട് കൂടെ ഉണ്ട്. இதோ உலகத்தின் சகல நாட்களில் நான் உங்களோடு கூட இருக்கிறேன். ഇതുപോലെ വാക്ക് പറഞ്ഞ ആരുമില്ല. இதுபோல வாக்தத்தம் சொன்னதான ஒருவரும் இல்லை. ഇതുപോലെ കൂടെ ഇരിക്കുന്നത് ആരുമില്ല. இதுபோல கடைசி வரையில் நம்மோடு கூட இருப்பவர் யாரும் இல்லை. നിങ്ങൾ ചത്താൽ ഞാനും കൂടെ ചാവുമെന്ന് പറയുന്ന ഭാര്യയായാലും, ഉമ്മോട് കൂടെ ഞാനും മരിപ്പേൻ എന്ന് சொன்ன മனைവിയായിരുന്നാലും, നിങ്ങൾ മരിച്ചാൽ നീ മരിച്ചാൽ ഞാൻ കൂടെ മരിക്കുമെന്ന് പറയുന്ന ഭർത്താവായാലും, നീ മരിക്കുമ്പോൾ ഞാൻ ഉന്നോട് മരിപ്പേൻ എന്ന് சொல்லுகிற പുരുഷനായിരുന്നാലും, അവരുടെ സ്നേഹം കല്ലറ വരെ മാത്രം നിൽക്കുന്നതാണ്. അവരുടെ അൻപ് കല്ലറയോട് നിன்று വിടുகிறது. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടക്കത്തിന് സമയം ലേറ്റായാൽ, അടക്ക നേരം താമസിച്ചു വിട്ടാൽ, ഇനി ആരെയും കാത്തിരിക്കേണ്ട, വേഗത്തിൽ അടക്കാം എന്ന് വേണമെങ്കിൽ അവർ പറയും. ഇനി ആർക്കാവും കാത്തിരിക്ക വേണ്ട, ശീഘ്രത്തിൽ അടക്കം പണ്ണുകൾ എന്ന് சொல்லுவார்கள். അയ്യോ നിങ്ങളെ എന്നെ വിട്ടു പോയോ എന്ന് നെഞ്ചിലടിച്ച് കരയുന്ന വ്യക്തി, അയ്യോ എന്നെ വിട്ട് പോയി വിട്ടീர்களே എന്ന് മാർബിൽ അടിത്ത് പുലമ്പുകിற നബർ ഒരാഴ്ച കഴിയുമ്പോൾ ചിക്കനും വെച്ച് നല്ല ആഹാരം കഴിക്കും. ഒരു വാരം മുടിവதற்குள்ளே നല്ല കോഴിക്കറിയും வைத்து சாப்பிடுவார்கள். ഇതാണ് ലോകത്തിൽ നടക്കുന്നത്. ഇതാണ് ഉലകത്തിനുடைய നടപ്പ്. ഒരു മനുഷ്യനും മരണത്തിനപ്പുറം ആരുടെ കൂടെയും വരുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ മരണത്തിന് പിற்பாடு யாரோடு கூட வர முடியாது. ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യന്റെയും സ്നേഹം മുൻപിലോട്ട് നിൽക്കുകയില്ല. ഒരു குறிப்பிட்ட എൽഗയ്ക്കപ്പുറം എந்த മനുഷ്യനുடைய അൻപും വെളിപ്പെടാതെ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സ്നേഹം, ആനാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അൻപ്, അത് നമ്മുടെ കല്ലറ കഴിഞ്ഞും വരുന്ന ഒരു സ്നേഹമാണ്. അത് നമ്മുടെ കല്ലറയെ താണ്ടിയും തുടരുகிற ഒരു സ്നേഹം. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നവർ. ആ കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കും. இந்த இரவுകളെ തன்னுடைய തിരുക്കരത്തെ നീട്ടി ഉങ്ങളെ ആശീർവദിപ്പാർ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് പറയാം. വിശ്വാസികൾ ദൈവത്തിന്റെ പിള്ളകൾ കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് சொல்லுவோம். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിറവായി നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിറവായി നമ്മെ ആശീർവദിപ്പാറാകെ. ഈ മീറ്റിംഗുകൾ ദൈവസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ദൈവം മാറ്റട്ടെ. இந்த கூட்டங்கள் தேவனுடைய சபைக்கு ஆதாயமாக கர்த்தர் மாற்றட்டும். വളരെ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിക്കാം. மிக வேகமாக தேவனுடைய வசனத்துக்கு நேராய் நம்முடைய சிந்தையை திருப்பலாம். വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, വെളിപ്പെടുത്തുന്ന വിശേഷം 22-ാമത് അധികാരം, അതിന്റെ 12-ാമത്തെ വാക്യം, അതിനുடைய 12-ാമത് വചനം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, 22-ാം അധികാരം, വെളിപ്പെടുത്തുന്ന വിശേഷം 12-ാം വാക്യം, 12-ാമത് വചനം. മതി, പോതും. ഇതോ ഞാൻ വേഗം വരുന്നു. ഇതോ ഞാൻ സീക്കിരമായി വരുகிறேன். കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവസന്നിധിയിലെ കണ്ണുകളെ മൂടുക. എല്ലാ അധരങ്ങളെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ തുറക്കാം. എല്ലാ വായ്കളെയും ഒരു മുறை കൂടെ ദൈവസന്നിധിയിൽ തുറക്കാം. കർത്താവിന്റെ വലിയ കരുണ ഈ രാത്രിയിൽ നമ്മളെ മേൽ വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാതെ കൃപ இந்த இரவேளையில் നമ്മിൽ വെളിപ്പെടുகிறது. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിപ്പാൻ, ദൈവത്തിന്റെ വചനം വെളിപ്പെടയായി നമ്മോട് പേശുമ്പടിയായി ദേശത്തിലെ ജനത്തോട് ആ ദൈവവചനം കേൾപ്പിക്കുവാൻ, ദേശവാസികളോട് அந்த വചനത്തെ ആണ്ടവർ കൽപ്പിക്കുമ്പടിയായി രാത്രിയിൽ അനേകരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാം. ഇന്ന് രാത്രി വേളയിലെ അനേകരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. രാത്രിയിൽ ദൈവത്തിന്റെ മഹിമ നമ്മുടെ മേൽ വർഷിപ്പിക്കപ്പെടാം. ഇന്ന് രാത്രി വേള ദൈവത്തിന്റെ മഹിമ നമ്മേൽ വർഷിക്കപ്പെടുമ്പോൾ എല്ലാ വ്യക്തികളും ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവത്തിന്റെ പിള്ളകളെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രിപ്പോ. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശബ്ദത്തെ ഉയർത്തി കർത്താവിനെ സ്തോത്രിപ്പോ. എല്ലാവരും ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും കരങ്ങളെ ഉയർത്തി ശബ്ദത്തോടെ ദൈവനെ മഹിമപ്പെടുന്നു. സ്തുതി പെരുകുമ്പോൾ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കുന്നു. ആമേൻ. നാം സ്തുതി ഏറെടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപை പെരുകുகிறது. ആരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, யார் யார் தேவனை துதிக்கிறார்களோ അവരുടെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവം, அவர்களுடைய நடுவில் இறங்கி வருகிற தேவன், സാഹചര്യം നോക്കാതെ, சூழ்நிலையை பார்க்காமல், സമയം നോക്കാതെ, സമയത്തെ பார்க்காமல், അവസ്ഥകൾ നോക്കാതെ, നിലമകളെ பார்க்காமல், ഏത് സ്ഥലമെന്ന് നോക്കാതെ, எந்த இடமென்று பார்க்காமல், കാരാഗൃഹത്തിനകത്ത് സ്തുതിച്ച പൗലോസിന്റെയും ശീലാസിന്റെയും
പൗലോസിന്റെയും അടുക്കൽ சிறைச்சாலையை துதித்து கொண்டு பவுல் சீலாவினுடைய நடுவில் അവരുടെ അടുക്കൽ ഇറങ്ങി വന്ന അതേ കർത്താവ് அவருடைய அருகில் இறங்கி வந்த ஆண்டவராய் இயேசு അവരെ ബന്ധനത്തെ അഴിച്ച് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന കർത്താവ് அவருடைய കട്ടുകളെ അറുത്ത് വിടുവിத்து வெளியே கொண்டு വന്ന இயேசு രാത്രിയിൽ നിങ്ങളെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. இந்த இரவேளையிலே உங்களை விடுவிக்க போதுமானவராய் இருக்கிறார். എല്ലാവരും അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. எல்லாரும் வாய்களை திறந்து சத்தத்தோடு கர்த்தரை ஸ்தோத்திரிப்போம். ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൊരുത്തനൈകൾ നിറവേറ്റി സ്തോത്രങ്ങൾ செலுத்துவேன். பொருத்தனைகள் நிறைவேற்றி ஸ்தோத்திரங்கள் செலுத்துவேன். ஆராதித்து உம்மை உயர்த்துவேன். நம்புங்கப்பா உந்தன் பிள்ளையை. ஆராதித்து உம்மை உயர்த்துவேன். நம்புங்கப்பா உந்தன் பிள்ளையை. உம்மை பாடாத நாட்களும் இல்லையே. உம்மை தேடாத நாட்களும் இல்லையே. உம்மை பாடாத நாட்களும் இல்லையே. உம்மை தேடாத நாட்களும் இல்லையே. உம்மை அல்லாமல் யாரை நான் நேசிப்பேன். உமக்காக அல்லாமல் யாருக்காக வாழுவேன். உம்மை அல்லாமல் யாரை நான் நேசிப்பேன். உமக்காக அல்லாமல் யாருக்காக வாழுவேன். நம்புங்கப்பா உந்தன் பிள்ளையை. நம்புங்கப்பா உந்தன் பிள்ளையை. ஓ நம்புங்கப்பா உந்தன் பிள்ளையை. நம்புங்கப்பா உந்தன் பிள்ளையை. என் அலைச்சல்களை எண்ணி நீர் கண்ணீரும் துருத்தியில். அலைச்சல்களை எண்ணி நீர் கண்ணீரும் துருத்தியில் வைத்து நன்மை தருபவரே. நம்புவேன் நான் எல்லா நாளிலும். அதை வைத்து நன்மை தருபவரே. நம்புவேன் நான் எல்லா நாளிலும். உம்மை பாடாத நாட்களும் இல்லையே. உம்மை தேடாத நாட்களும் இல்லையே. உம்மை பாடாத நாட்களும் இல்லையே. உம்மை தேடாத நாட்களும் இல்லையே. உம்மை அல்லாமல் யாரை நான் நேசிப்பேன். உமக்காக அல்லாமல் யாருக்காக வாழுவேன். உம்மை அல்லாமல் யாரை நான் நேசிப்பேன். உமக்காக அல்லாமல் யாருக்காக வாழுவேன். நம்புங்கப்பா உந்தன் பிள்ளையை. நம்புங்கப்பா உந்தன் பிள்ளையை. சொல்லுங்க எல்லோரும். ஓ நம்புங்கப்பா உந்தன் பிள்ளையை. நம்புங்கப்பா உந்தன் பிள்ளையை. நம்புவேன் நான் எல்லா நாளிலும். நம்புவேன் நான் எல்லா நாளிலும். என் இயேசுவை நம்புவேன் நான் எல்லா நாளிலும். நம்புவேன் நான் எல்லா நாளிலும். என் இயேசுவை நம்புவேன் நான் எல்லா நாளிலும்.
കരുണയുള്ള കർത്താവേ, സ്വർഗീയ ദൈവമേ, இரக்கமுள்ள தேவனே, பரலோக தேவனே, അങ്ങേ വിശ്വസിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. உம்மில் விசுவாசம் வைத்து உம்முடைய சமூகத்தில் வந்திருக்கிறோம். 4-ാം ദിവസവും അങ്ങയുടെ പാദപീഠത്തിൽ ഓടി വന്ന ഈ ജനത്തോടങ്ങ് മനസ്സലിയണമേ. இந்த 4வது நாள் உம்முடைய பாதபீடத்தில் ஓடி வந்த இந்த தேவ ஜனத்தோடு கூட நீ மனதுருக. വളരെ പ്രതീക്ഷയോടെ ഈ കൺവെൻഷൻ ക്രമീകരിച്ച ഈ ദൈവസഭയോടങ്ങ് മനസ്സലിയണമേ. மிகுந்த எதிர்பார்ப்போடு ஒழுங்குபடுத்தின இந்த கன்வென்ஷனை ஒழுங்குபடுத்த சபையோடு மனதுருக. ഈ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ അങ്ങ് இந்த വെളിപ്പെടുത്തുമാറാകണമേ. தேசத்தின் மேல் உம்முடைய இரக்கத்தை கட்டளையிட வேண்டும். ധാരാളം ജനം തിങ്ങിപ്പാർക്കുന്ന ഈ ദേശത്തിലെ ജനത്തോട് എന്റെ ദൈവം മനസ്സലിയുമാറാകണമേ. ஏராளமான ஜனங்கள் கூடி வாழ்கிற இந்த தேசத்தோடு கூட மனதுருக வேண்டும். പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അനേക വ്യക്തി ജീവിതങ്ങൾ ഈ രാത്രിയിൽ ക്രിസ്തുവിന്റെ കരത്തെ പിടിച്ച് കരകയറുവാൻ എന്റെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. பாவத்தின் படுகொலியில் வீழ்ந்து கிடக்கிறதானே அநேக ஜனங்கள் இயேசுவின் கரத்தை பிடித்து பாவக்குழியை விட்டு கரையேறும்படி கர்த்தர் கிருபை செய்ய ഈ வேண்டுமாய் വചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ. வசனத்தின் மூலமாக தெளிவாய் எங்களோடு பேச അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. நம்முடைய வருகைக்காய் எங்களை ஆயத்தப்படுத்த ഈ வேண்டும். ശബ്ദപരിധിയിലിരിക്കുന്ന, ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന, ഈ ഓൺലൈനിൽ കൂടെ ശ്രമിക്കുന്ന സകലരുടെ മേലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. இந்த மைதானத்தில் இருக்கிறதான சத்த எல்லைக்குள் இருக்கிறதானே ஆன்லைன் மூலமாய் கவனிக்கிற எல்லார் மேலும் உம்முடைய இரக்கத்தை வெளிப்படுத்த உம்முடைய சத்தத்தை துணிக்க பண்ண வேண்டும். അങ്ങയുടെ നാമവുമായി നിൽക്കുന്ന അടിയങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ. உம்முடைய சமத்தில் நிற்கிற அடியார்களையும் பலப்படுத்தும். അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. உம்முடைய கிருபையினால நிரப்பும். യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ இயேசு கிறிஸ்து நாமத்தில் கேட்கிறோம். ആമേൻ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. സന്തോഷത്തോടെ ഹല്ലേലൂയ. சந்தோஷத்தோடு ஹல்லேலூயா சொல்லுவோம். കർത്താവ് നമ്മെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. இயேசு இந்த ராத்திரி வேளையில் நம்மை ஆசீர்வதிப்பாராக. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. நான் வாசித்த வேத பகுதி விதமாய் சொல்லுகிறது. ഇതാ ഞാൻ വേഗം വരുന്നു. இதோ நான் சீக்கிரமாய் வருகிறேன். ഇത് കർത്താവ് ആരോട് പറയുന്നതെന്ന് ഇതിന്റെ 1-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ஆண்டவராய் இயேசு கிறிஸ்து யாரிடத்திலே சொன்னார் என்பதை 1ஆம் அதிகாரத்திலே வாசிக்கும் பொழுது நன்றாய் புரிந்து கொள்ள முடியும். കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ. ஆண்டவராய் இயேசு கிறிஸ்துவில் அன்பு கூர்ந்த இயேசுவால் அன்பு கூறப்பட்ட ஒரு சீஷன் தான் யோவான். യേശുവിന്റെ മാറോടുകൂടെ ചാരി ഇരുന്ന് യേശുവിന്റെ ഹൃദയത്തുടിപ്പ് അറിയുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ. இயேசு கிறிஸ்துவினுடைய மார்பிலே சார்ந்திருந்து இயேசு கிறிஸ்துவனுடைய இதய துடிப்பை நன்றாய் அறிந்து கொள்ளும்படியான பாக்கியத்தை பெற்றுக் கொண்டவன் தான் இந்த யோவான் அப்போஸ்தலன். ആ യോഹന്നാനോടാണ് കർത്താവ് പറയുന്നത്. அந்த யோவான் அப்போஸ்தலனோடு இயேசு சொல்லுகிறார், യോഹന്നാനെ നീ ജനത്തോട് വിളിച്ചു പറയണം, யோகனானே நீ ஜனத்தையோடு கூப்பிட்டு சொல், ഇതാ ഞാൻ വേഗം വരുന്നു. இதோ நான் சீக்கிரமாய் வருகிறேன். ഹല്ലേലൂയ. ஹல்லேலூயா. അടുത്തിരിക്കുന്ന വ്യക്തിയെ തട്ടിയിട്ട് പറയണം, பக்கத்தில் இருக்கிற நபர்களை தோளிலே தட்டி சொல்லுங்க, ഇന്ന് രാത്രിയിൽ കണ്ണടച്ച് സ്തോത്രം പറയരുത്. இந்த ராத்திரி வேளை கண்களை மூடி ஸ்தோத்திரம் சொல்ல வேண்டாம். കണ്ണ് തുറന്നിരുന്ന് സ്തോത്രം പറയണം. கண்களை திறந்த வண்ணமாய் ஸ்தோத்திரம் சொல்ல வேண்டாம். ഹല്ലേലൂയ. ஹல்லேலூயா. ഞായറാഴ്ച രാവിലത്തെ ആരാധന കഴിഞ്ഞ് ஞாயிற்றுக்கிழமை காலையிலே ஆராதனை முடித்து ഒരുപക്ഷെ നിങ്ങൾ വളരെ ദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് വന്നവരായിരിക്കാം. சில வேளை நீங்க வெகு தூரத்திலே பிரயாணம் பண்ணி வந்தவளா പല இருக்கிறார். തിരക്കുകളുടെ ഇടയിൽ ഓടി വന്നതായിരിക്കാം. பலவிதமான நெருக்கத்தின் மத்தியிலே கடந்து வந்தவளா இருக்கிறார். എന്ത് തന്നെ ആയാലും என்ன ஆனாலும் ഇവിടെ കർത്താവിന്റെ ദാസൻ ഒരു കാര്യം പറഞ്ഞു. கர்த்தருடைய ஆசீர்வாத ஒரு காரியத்தை சொன்னார். താൻ സമയം വളരെ കൃത്യതയുള്ള ആളാണ്. சமயத்தை கரெக்ட் பண்ணுகிற ஆள். എനിക്കൊരു സമയം പറഞ്ഞിട്ടുണ്ട്. அவருக்கு ஒரு சமயத்தை நான் சொல்லி இருக்கேன். അതിന് 1 മിനിറ്റിന് മുമ്പ് ഞാൻ നിർത്തും. அதற்கு 1 நிமிடத்துக்கு முன்பாக நான் நிறுத்தி അതുകൊണ്ട് விடுவேன். നിങ്ങൾ ആരും അവസാന ദിവസമാണ് 10 മണിയാകും 10:30 മണിയാകും എന്ന് ആരും ഭാരപ്പെടണം. ஆமே. அதனால கடைசி நாள் 10 ஆகும் 10:30 ஆகும் என்று நீங்கள் அதையே சிந்தித்துக் கொண்டிருக்க வேண்டாம். നമ്മുടെ ദൈവം എല്ലാം ചന്തവും ഉചിതവുമായി ചെയ്യുന്ന ദൈവം. நம்முடைய தேவன் எல்லாம் ஒழுங்காயும் கிரமமாயும் செய்கிற தேவன். നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന വ്യക്തികളാണ്. தேவ ஆவியானவருடைய ஆளுகைக்கு உட்பட்டு இருக்கிறவர்கள். അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം. ஆகவே நீங்கள் அதிக ஜெபத்தோடு கூட இருக்க வேண்டும். Praise the Lord. ഹല്ലേലൂയ. അന്ന് സുവിശേഷ വിരോധികളുടെ അധികമായ പ്രയാസങ്ങൾ, സുവിശേഷ വിരോധികളാലുള്ള പ്രതികൂലങ്ങൾ ശിഷ്യന്മാർ ധാരാളം അനുഭവിച്ചു. அன்றைய நாட்களிலே சுவிசேஷத்துக்கு எதிராய் அநேக சத்துருக்கள் எழும்பி கிரியை செய்து கொண்டிருந்த நாட்களாக இருந்தது. യേശു കർത്താവിനെ കുറിച്ച് ആര് പറഞ്ഞാലും അവരെ പിടിച്ച് തടവറയിലാക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രവണത അന്നത്തെ അധികാരികൾക്കുണ്ടായിരുന്നു. ஆண்டவராய் இயேசுவை குறித்த சுவிசேஷம் அறிவித்தால் அன்றைக்கு அவர்களை பிடித்து சிறைச்சாலையிலே போடுவார்கள், அவர்களை சித்திரவதை செய்வார்கள். அப்படிப்பட்ட காலகட்டமாய் இருந்தது. ആമേൻ. യോഹന്നാനും യേശുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് யோவான் அப்போஸ்தலன் ஆண்டவராய் இயேசு கிறிஸ்துவை குறித்த சாட்சி சொன்னபடியினாலே, സുവിശേഷം പറഞ്ഞതുകൊണ്ട് ஆண்டவராய் இயேசு கிறிஸ்துவினுடைய சுவிசேஷத்தை அறிவித்தபடியினாலே, ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി
യോഹന്നാനെ പിടിച്ച് തിളച്ച എണ്ണച്ചട്ടിക്കകത്തിട്ടു. டொமிஷியன் என்று சொல்லக்கூடிய சக்கரவர்த்தி கொதித்து கொண்ட எண்ணெயிலே இந்த யோவானை தூக்கி போடுகிறார். പപ്പടം പൊള്ളി വരുന്നത് പോലെ യോഹന്നാൻ പൊള്ളി വരുമെന്ന് അദ്ദേഹം കാത്തുനിന്നു. அப்பளம் பொரிந்து வருகிறது போல இந்த யோவானை பொரித்தெடுக்கலாம் என்று சொல்லி பார்த்து கொண்டிருந்தார்கள். എന്നാൽ യോഹന്നാൻ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് കുളിക്കുന്നത് പോലെ ആ എണ്ണയ്ക്കകത്ത് കുളിക്കാനിടയായി. அவ்விதமாக பார்த்து கொண்டிருக்கும் பொழுது யோவான் சோதர அந்த எண்ணெய்க்குள்ளே அவன் நீராடி கொண்டிருக்கிறார். എന്നെ കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലേ, என்னை கேட்கிற தேவனுடைய பிள்ளைகளே, ദൈവം നിനക്ക് വച്ചിരിക്കുന്ന സമയത്തിന് മുൻപ്, தேவன் உனக்கு குறித்திருக்கிற நாட்களுக்கு முன்பு നിന്നെ തകർത്ത് കളയാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഡൊമീഷ്യൻ ചക്രവർത്തി എഴുന്നേറ്റാൽ, உன்னை அழித்து போடலாம் என்று டொமிஷியன் சக்கரவர்த்திகள் எழும்பி வந்தால், ഏതൊരു രാജാവ് എഴുന്നേറ്റാലും, எந்த ஒரு ராஜா எழும்பினாலும், ഏതൊരു പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, ஏது பிரதிகூலமான சூழ்நிலை ഒരു வந்தாலும் കാരണവശാലും ഒരു ദൈവത്തിന്റെ പൈതലിനെ തകർക്കുവാൻ അത് മുഖാന്തരം കഴിയുകയില്ല. ஒரு காரணத்தை கொண்டு தேவனுடைய பிள்ளைகளை அழிப்பதற்கு எந்த முகாதாரத்தினாலும் முடியாது. നമ്മെ കുറിച്ച് ദൈവം വച്ചിരിക്കുന്ന ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ, நம்மை குறித்த நோக்கம் பூரணமாய் நிறைவேறுவது வரையிலும், ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആയുസ് എത്തുന്നത് വരെ, நமக்கு ஆண்டவர் குறித்திருக்கிற ஆயுசு நாட்கள் முடிகிறது வரையிலும் നമ്മുടെ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. நம்முடைய கர்த்தர் நம்மை பாதுகாக்கிற தேவன். കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்துவோம். അങ്ങനെ എണ്ണച്ചട്ടിക്കകത്ത് യോഹന്നാൻ പൊള്ളിപ്പോകാത്തത് കൊണ്ട്, ஆகையால் எண்ணெயிலே போட்டபோது அவன் பொரிந்து வராதபடியினாலே കൊടും കുറ്റവാളികളെ നാടുകടത്തുന്ന പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തി. பெரிய குற்றவாளிகளை நாடு கடத்தும்படியாய் வைத்திருந்த பத்மோ என்ற தீவிலே அவனை நாடு கடத்தினார்கள். ദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതുപോലെ അറിയാം, 4 ഭാഗത്തും വെള്ളത്താൽ നിറയപ്പെട്ട ഒരു കരയാണ് ദ്വീപ്. தீவு என்று சொல்லும் பொழுது 4 பகுதியும் தண்ணீரால் நிரப்பப்பட்ட ஒரு தரை பகுதி தான் தீவு என்று ഈ சொல்லுவார்கள். ദ്വീപിൽ ജീവനോടെ പോയ ഒരു മനുഷ്യനും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. இந்த தீவுக்குள்ளே ஜீவனோடு கடந்து போன ஒருவரும் திரும்பி வந்ததில்லை. ഏറ്റവും ക്രൂരമായ ഒരു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. மிகவும் கொடூரமான மரண தண்டைக்கு உட்படுத்தும்படியாகத்தான் இந்த பத்மோ தீவை அவர்கள் வைத்திருந்தார்கள். എന്നാൽ ആ ദ്വീപിനകത്ത് തനിക്ക് മുൻപ് കടന്നുപോയവരെ അവിടെയുള്ള ദുഷ്ടമൃഗങ്ങളും കഴുകന്മാരും തിന്നുകളഞ്ഞപ്പോൾ, அந்த யோவான் அப்போஸ்தலன் அந்த பத்மோதிலே போவதற்கு முன்னே அங்கே சென்றவர்களை கழுகு கூட்டங்களும் மிருகங்களும் பட்சித்து அவர்களை அழித்து போட்ட போதும் യോഹന്നാനെ അവ ഒന്നും തൊടുവാനിടയായി തീർന്നില്ല. ஆனால் யோவான் அப்போஸ்தலனை மிருகங்களாலோ கழுகளாலோ தொட முடியவில்லை. ഹല്ലേലൂയ. ஹல்லேலூயா. ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? நான் பிரசங்கிக்கிறதை நீங்கள் புரிந்து கொள்ளுகிறீர்களா? മനസ്സിലാകുന്നുണ്ടോ? உங்களுக்கு புரிகிறதா? Praise the Lord. നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ, சோதரன் நீங்கள் புரிந்து கொள்ளுகிறீர்கள் என்பதை நாங்கள் தெரிந்து கொள்ள, നിങ്ങൾ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന് ഒന്ന് സ്തോത്രം പറയാൻ കഴിയണം. நீங்கள் வசனத்தை கேட்கும் பொழுது நாங்க சொல்லாமையே கர்த்தரை துதிக்கணும். ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ് യോഹന്നാന്റെ അന്ത്യം കുറിക്കുന്ന സ്ഥലമായിരുന്നില്ല. யோவானுடைய அந்த கடைசி நாட்களை குறிக்கிற அந்த தீவாக அமையவில்லை. എന്റെ രോഗം എന്നെ ഇതോടുകൂടെ തകർത്ത് കളയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ, என்னுடைய நோய் இதோட என்னை அழித்து விடும் என்று நீங்கள் சிந்தித்துக் ഈ கொண்டிருக்கலாம். കടബാധ്യത ഇതോടുകൂടെ എന്റെ ജീവിതത്തെ ഇല്ലാതാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, இந்த கடன் தொல்லை என்னுடைய ஜீவிதத்தை அழித்து விடும் என்று நீங்கள் ഇപ്പോൾ சிந்திக்கிறீர்கள். ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരിക്കലും ഞാൻ കരകയറുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, இப்பொழுது நான் அனுபவித்துக் கொண்டிருக்கிற இந்த சூழ்நிலையில் ஒருபோதும் நான் கரையேற மாட்டேன் என்று சிந்தித்துக் ഇന്ന് கொண்டிருக்கிறேன். രാത്രിയിൽ ദൈവാത്മാ നിറവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, இந்த இரவேளை ஆவியானுடைய நிறைவினாலே நான் கொண்டு உங்களுக்கு சொல்கிறேன். പത്മോസ് എന്ന ദ്വീപിൽ നിന്ന് യോഹന്നാനെ പുറത്ത് ദൈവം കൊണ്ടുവന്നെങ്കിൽ, பத்மோ என்ற தீவிலிருந்து அப்போஸ்தலன் யோவானை தேவன் வெளியே கொண்டு வந்தாரே, ஆனால் നിങ്ങളെ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ ദൈവം സർവശക്തി ഉള്ളവരാണ്. உங்களை நீங்கள் அனுபவிக்கிற பிரச்சனைகளில் உங்களை விடுவித்து கொண்டு வர வல்லமை உள்ளவர் நம் ஆண்டவர் இயேசு. ഈ ശോധന നിന്നെ തകർത്ത് കളയാനല്ല, உன்னுடைய வாழ்க்கையில வருகிற சோதனைகள் உன்னை அழித்து ഈ விடுவதற்கல்ல. വേദന നിങ്ങളെ ഉടച്ചു കളയാനുള്ളതല്ല, இந்த வேதனைகள் உங்களை உடைத்து போடுவதற்கல்ல. അത് നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളതാണ്. அவைகள் உங்களை பொன்னாக மாற்றி வெளியே கொண்டு வந்து பயன்படுத்துவதற்காக. മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, மலையாளத்தில் ஒரு பாடல் உண்டு. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കരം തട്ടി പാടാം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു
നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലൂ പതറിടല്ലേ, കണ്ണുനീരിലൂ കലങ്ങിടല്ലേ. യേശു എന്നും എൻ്റെ ദൈവം, ഞാനെന്നും യേശുവിൻ്റേത്. യേശു എന്നും എൻ്റെ ദൈവം, ഞാനെന്നും യേശുവിൻ്റേത്. ഹല്ലേലൂയ. നമ്മെ തകർത്ത് കളയുവാനല്ല ഈ വേദന, உன்னை உடைத்து போடுவதற்கல்ல இந்த നമ്മെ வேதனை, ഉടച്ച് കളയുന്നതിനല്ല ഈ ശോധന, நம்மை உடைத்து போடுவதற்கல்ல இந்த നീ சோதனை, മണ്ണിനടിയിൽ പോകാനല്ല ഈ പ്രശ്നം, நீ உன் மண்ணுக்குள்ளாய் நீ புதையப்படுவதற்காக இல்ல இந்த பிரச்சனை, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാണ് ഈ ശോധന. உன்னை பொன்னாக மாற்றி வெளியே கொண்டு வருவதற்கு தான் இந்த சோதனை. ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, கிறிஸ்துவுக்காக நிலைநிற்கிற தேவனுடைய பிள்ளைகளே, മനുഷ്യൻ നിങ്ങൾക്ക് വിരോധിയായി തീർന്നാൽ, மனுஷன் சில வேளை எதிரியாய் தீரலாம், നിയമം നിങ്ങൾക്ക് വിരോധമായി തീർന്നാൽ, நியமங்கள் உங்களுக்கு விரோதமாய் செயல்படும், അധികാരികൾ നിങ്ങൾക്ക് വിരോധമായി തീർന്നാൽ, அதிகாரிகள் உங்களுக்கு எதிராக மாறினார், എന്റെ കർത്താവ് ഇന്ന് രാത്രി നമുക്ക് അനുകൂലനാണ്. இந்த ராத்திரியில் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து நமக்கு അനുകൂലമാனவர். ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ தேவன் நமக்கு അനുകൂലമായി இருந்தால் പ്രതികൂലം ആരാണ്? நமக்கு பிரதிകൂலமாய் இருப்பவன் யார்? ഹല്ലേലൂയ. ஹல்லேலூயா. നോക്കണമേ, ആ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് அந்த பாருங்கள், அந்த பத்மோ என்ற தீவில் வைத்து കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി എന്ന മലയാളത്തിൽ, கர்த்தருடைய நாளிலே அவன் ஆவிக்குள்ளான் என்று தமிழில் எழுதப்பட்டிருக்கிறது. തമിഴിൽ വളരെ മനോഹരമാണ്. தமிழில் மிகவும் அழகா இருக்கிறது. അവൻ കർത്താവിന്റെ ദിവസത്തിൽ ആവിക്കുള്ളായി മാറി. அவர் கர்த்தருடைய நாளிலே ஆவிக்குள்ளானார். പ്രശ്നമുണ്ടെങ്കിലും പോരാട്ടമുണ്ടെങ്കിലും, பிரச்சனை இருந்தாலும் போராட்டங்கள் இருந்தாலும், രോഗമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും, வியாதி இருந்தாலும் கஷ்டம் இருந்தாலும், കർത്താവിന്റെ ദിവസത്തിൽ ആത്മനിറവിലാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, கர்த்தருடைய நாளிலே ஆவிக்குள்ளாய் நிறைந்து நீங்கள் ஆராதிக்க ഓരോ தயாரானால், ദിവസവും ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ஒவ்வொரு நாட்கள் ஆவியிலே நிறைந்து கர்த்தரை மகிமைப்படுத்த நீங்கள் ஆயத்தமானால், വരുവാൻ പോകുന്ന വെളിപ്പാടുകൾ നിങ്ങൾക്ക് തരാൻ എന്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. வரப்போற நாட்களில் நடக்கக்கூடிய காரியங்களை குறித்து வெளிப்பாடு தருவதற்கு தேவன் வல்லமை உள்ளவர். ഹല്ലേലൂയ. ஹல்லேலூயா. കൂടെ പാടാൻ ആരുമില്ല, கூட பாட்டு பாட யாரும் இல்லை, മൈക്ക് സെറ്റ് ഇല്ല, அங்கே ஒலிபெருக்கிகள் இல்லை, അവിടെ സംഗീത ഉപകരണങ്ങളില്ല, அங்கே இசைக்கருவிகள் இல்லை, സ്തോത്രം പറയാൻ ആരുമില്ല. துதி செலுத்த யாரும் இல்லை. ആമേൻ. യോഹന്നാൻ ഒറ്റയ്ക്കാണ്. யோவான் தனித்தவனாய் இருக்கிறார். കഴുകൻ യോഹന്നാനെ കൊത്തിപ്പറിക്കാൻ കാത്തു നിൽക്കുന്നു. கழுகின் கூட்டங்கள் யோவானை கொத்தி சாப்பிட காத்து கொண்டிருக்கிறது. അവിടുത്തെ ദുഷ്ടമൃഗങ്ങൾ യോഹന്നാനെ കടിച്ചു കീറാൻ കാത്തു നിൽക്കുന്നു. அங்கே இருக்கிறதான கொடிதான மிருகங்கள் இந்த யோவானை பீறி போடுவதற்கு பார்த்து கொண்டிருக்கிறது. അവിടുത്തെ വെയില് യോഹന്നാനെ ക്ഷീണപ്പെടുത്തുവാൻ വേണ്ടി ശക്തമായി അടിക്കുന്നു. அந்த சூரியனுடைய வெப்பம் இவனை கரிக்க பண்ணும்படியாய் வல்லமையோடு இறங்கி கொண்டிருக்கிறது. എങ്കിലും യോഹന്നാൻ കർത്താവിന്റെ ദിവസത്തിൽ ആത്മാവിന്റെ ഉള്ളിലായി. ஆனாலும் யோவான் கர்த்தருடைய நாளிலே ஆவிக்குள்ளானார். നിങ്ങൾക്ക് സന്തോഷം ഇല്ലേ? ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ ആത്മാവിന്റെ ഉള്ളിലായവനോട് ദൈവം വെളിപ്പാടുകൾ നൽകി കൊടുക്കാനിടയായി. கர்த்தருடைய நாளிலே ஆவிக்குள்ளான தேவ மனுஷனுக்கு ஆண்டவராகிய இயேசு கிறிஸ்து வெளிப்பாடுகளை அருளி செய்கிறார். ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിന്റെയും ആരംഭത്തിന്റെ പുസ്തകമായിരിക്കുമ്പോൾ, ஆதியாகமம் என்று சொல்லுகிறது எல்லாவற்றுக்கும் ஆரம்பமாய் இருக்கும். വെളിപ്പാടിന്റെ പുസ്തകം സകലത്തിന്റെയും അന്ത്യത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമായിരിക്കും. வெளிப்படுத்தும் விசேஷ சகலத்தினுடைய முடிவை வெளிப்படுத்துகிற புஸ்தகமா இருக்கிறது. ആമേൻ. 7 സഭകൾക്കുള്ള ദൂത് അവിടെ അറിയിക്കുന്നു. 7 സഭகளுக்குரியதான செய்தி அங்கே பார்க்கிறோம். വരുവാൻ പോകുന്ന കഷ്ടകാലത്തെ കുറിച്ച് അറിയിക്കുന്നു. வரப்போகிறதான உத்தர காலத்தை குறித்து அங்கே ഈ சொல்லுகிறது. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ എഴുതിയിരിക്കുന്നു. இந்த உலகத்தில் இனி சம்பவிக்க போகிறது எல்லாம் எழுதி இருக்கிறது. എല്ലാം ആമേൻ ദൈവം കർത്താവ് യോഹന്നാനെ പറഞ്ഞു കൊടുത്തിട്ട് எல்லாவற்றையும் ஆண்டவராகிய இயேசு கிறிஸ்து தெளிவாக யோவானுக்கு சொல்லிவிட்டு യോഹന്നാനോട് പറയുകയാണ്, யோவானிடத்தில் சொல்லுகிறார், യോഹന്നാനേ, யோவானே, ഇതാ ഞാൻ വേഗം വരുന്നു. இதோ நான் சீக்கிரமாய் வருகிறேன். ഇതാ ഞാൻ വേഗം വരുന്നു. இதோ நான் சீக்கிரமாய் வருகிறேன். നമ്മുടെ യേശു കർത്താവ് വേഗം വരുവാൻ പോകുന്നു. நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்து சீக்கிரமாய் வர போகிறார். ഹല്ലേലൂയ. ஹல்லேலூயா. ഒരു കാലത്ത് യേശുവിന്റെ വരവെന്ന് പറഞ്ഞാൽ ஒரு காலத்தில் இயேசு வருகிறார் என்று சொன்னார், ദൈവജനത്തിന് ആനന്ദം കൊണ്ട് നിറയും. ஆமா, தேவனுடைய ஜனங்கள் அப்படி ஆனந்த சந்தோஷம் அடைவார்கள். ഒരു കാലത്ത് ഒരു വിശ്വാസിയെ കണ്ടാൽ ஆரம்ப நாட்களில் ஒரு விசுவாசி மற்றொரு விசுவாசியை பார்த்தால் നാഥ എന്ന് പറയും.
மாரநாதா என்று എന്ന് சொல்வார்கள். പറഞ്ഞാൽ என்று சொன்னால் യേശു വേഗം വരുന്നു എന്നാണ്. இயேசு சீக்கிரம் வருகிறார். എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ இந்த காலங்கள் மாறின போது അത് മാറി. அது மாறிவிட்டது. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. தேவனுக்கு ஸ்தோத்திரம், பிரைஸ் தி லார்ட் என்று சொல்ல പിന്നെ ஆரம்பித்தார். വെറും സ്തോത്രം പറഞ്ഞു. அதற்கப்புறம் வெறும் ஸ்தோத்திரம். വിശ്വാസിയും പാസ്റ്ററും വിശ്വാസിയും കാണുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. விசுவாசி தம்மில் காணும்போது, பாஸ்டரும் விசுவாசியும் தம்மில் காணும்போது நடக்கிற காரியங்களை தான் சொல்லுகிறேன். ആദ്യ നൂറ്റാണ്ടിൽ മാറാനാഥ എന്ന് പറഞ്ഞു. முதலாம் நூற்றாண்டில் மாரநாதா என்று சொன்னார்கள். അടുത്ത കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ആയി. சில காலங்கள் தாண்டின போது பிரைஸ் தி லார்ட் ஆயிற்று. അടുത്ത വെറും സ്തോത്രമായി. அதற்கு அப்புறமா ஸ்தோத்திரமாய். അടുത്ത വെറും കൈകൊടുപ്പ് മാത്രമായി. அதுக்கு அப்புறம் வெறும் கை கொடுப்பு, ஷேங்கன் விட மாட்டேன், ഇങ്ങനെ വെറും കൈ കൊടുക്കും, இப்ப வெறும் கை கொடுக்கும், வல்ல வச்சு ഒരു ചിരി. அல்லேலூயா, ஒரு சிரி. പ്രൈസ് ദി ലോർഡ്. அல்லேலூயா. എന്നാ ഇപ്പൊ ആയപ്പോ ஆனா தற்பொழுது ഇപ്പൊ സലാം പറയുകയാണ്. സല്യൂട്ട് അടിക്കുക. സ്തോത്രം ഇല്ല, സ്തോത്രം ഇല്ല, പ്രൈസ് ദി ലോർഡ് ഇല്ല, പ്രൈസ് ദി ലോർഡ് ഇല്ല, മാറാനാഥ ഇല്ല, മാറാനാഥ ഇല്ല, കൈകൊടുപ്പില്ല. കൈകൊടുപ്പില്ല. വളരെ വിദൂരത്തിൽ നിന്ന് ദൂരത്ത് നിന്ന് വെറും കൈ കാണിക്കൽ മാത്രം. വേറെ കൈ കാണിക്കുന്നത് മറ്റും. ആലയത്തിലേക്ക് കയറി വരുമ്പോൾ ആലയത്തിലെ കടന്നു വരുമ്പോൾ പാസ്റ്റർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, പാസ്റ്റർ അങ്ങേ മേടയിൽ നിൽக்கிறார், വിശ്വാസി ഇവിടെ നിന്ന് കൈ കാണിക്കുന്നു, വിശ്വാസികൾ കൈ കാണിக்கிறார். ആമേൻ. ജംഗ്ഷനിൽ കണ്ടാൽ, ജംഗ്ഷനിൽ കണ്ടാൽ ആ പാസ്റ്റർ എന്ന് പറഞ്ഞ കൈ കാണിക്കുന്നു. ആ പാസ്റ്റർ എന്റെ കൈ ഉയർത്തുവാர்கள். വഴിമധ്യേ കണ്ടാൽ, വഴി നടുവിലെ കണ്ടാൽ പാസ്റ്റർ എന്ന് പറഞ്ഞ കൈ ആ കാണിക്കുന്നു. പാസ്റ്റർ കൈ ഉയർത്തുവാர்கள். അതോടെ തീർന്നു പോയി. അതോടെ മുടിഞ്ഞു പോണ്. ഒന്നുകൂടെ പറയാതിരിക്കാൻ തരമില്ല, ഒന്നുകൂടെ പറയാതിരിക്കാൻ തരമില്ല. ഒന്നുകൂടെ சொல்வதற்கான வாய்ப்பில்லை. പല വിശ്വാസികളും ഇപ്പൊ കണ്ടാൽ കാണാത്ത പോലെ പോകും. കണ്ടാൽ കാണാതെ പോലെ പോകുகிறார்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യ തീഷ്ണത നഷ്ടപ്പെട്ടു പോയപ്പോൾ, ആദ്യ നാட்களுള്ളതാണ് அந்த எரிவு தீர்ந்தபோது കർത്താവിന്റെ വരവിനെയും ജനം മറന്നു കളഞ്ഞു. ஆண்டவராகிய இயேசு கிறிஸ்துவினுடைய வருகையை குறித்து மறந்து போகிறார்கள். ഒരു കാലത്ത് ഒരു കൺവെൻഷൻ നടന്നാൽ, ഒരു കാലത്തിൽ കൺവെൻഷൻ കൂടെ നടന്നാൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കും. 2 നാட்களிലാകിലും കർത്തருடைய வருகை குறித்து பிரசங்கிப்பார். അത് കേൾക്കുവാൻ ഇല്ലാതെ പോയിരിക്കുകയാണ്. இன்றைக்கு அப்படிப்பட்ட செய்தி கேட்க முடியாமல் போய்விட்டது. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ஆனா ரட்சிக்கப்பட்ட தேவனுடைய பிள்ளையே, രക്ഷിക്കപ്പെടാതിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, രക്ഷിക്കപ്പെടാതിരിக்கிற ஜனங்களே, കൺവെൻഷനിൽ പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും, கன்வென்ஷன் கூட்டத்திலே பிரசங்கம் பண்ணினாலும் பண்ணாவிட்டாலும், നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, நீங்கள் விசுவாசித்தாலும் விசுவாசிக்க விட்டாலும், എന്റെ കർത്താവ് വേഗം കടന്നു വരും. எங்க இயேசு சீக்கிரம் வருவார். ഹല്ലേലൂയ, ஹல்லேலூயா. ഒരു കാലത്ത് ജനത്തിന് ஒரு காலத்தில் ஜனத்திற்கு എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്നായിരുന്നു. என்ன சாப்பிடுவோம், எதை உடுப்போம் என்ற கவலை இருந்தது. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ஆனால் தேவனுடைய சமூகத்தில் ஜெபித்து നമ്മുടെ മുൻപിതാക്കന്മാർ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് நம்முடைய முற்பிதாக்கள் தேவனுடைய சமூகத்தில் அழுது ஜெபித்து ഇന്ന് സമൃദ്ധിയായ ആഹാരം ദൈവം നമുക്ക് തന്നു. இன்றைக்கு பூரணமான சாப்பாடு நமக்கு தந்திருக்கிறார். ഒരു കാലത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്നു, ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്ന് നിലമ ഇരുന്നത്. ആമേൻ. അന്നത്തെ കാലം, அந்த காலம், ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതിരുന്ന കാലം, ஒரு நேரம் ஆகாரத்திற்கு வாய்ப்பில்லாத காலமா இருந்தது. അന്ന് കർത്താവിനോട് അവര് പ്രാർത്ഥിച്ചു. அன்று இயேசுவோடு அதிகமாக ஜெபித்தார்கள். കർത്താവേ, നാളെ കഴിക്കാൻ ആഹാരമില്ല, இயேசுவே நாளை புசிப்பதற்கு ஆகாரம் இல்லை, നാളെ മാറി ഉടുക്കാൻ വസ്ത്രമില്ല, நாளை உடுப்புக்க மாற்று வஸ்திரம் இல்லை. കർത്താവേ, നീ ഇന്നൊന്ന് വരണമേ. இயேசுவே, நீர் இன்றைக்கு வாரும். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവ അവസ്ഥയെ മാറ്റി. ஆனால் இன்றைக்கு ஜீவிதத்தின் நிலைமைகளை கர்த்தர் மாற்றினார். നമ്മുടെ പിതാക്കന്മാർ ഒരു കാലത്ത് കഷ്ടപ്പെട്ടപ്പോൾ, நம்முடைய முற்பிதாக்கள் ஒரு காலத்திலே கஷ்டங்களை அனுபவித்த போது, ആഹാരമില്ലാതിരുന്നപ്പോൾ, அவர்களுக்கு போஜனம் இல்லாமல் இருந்த போது, അവർ ദൈവത്തോട് നിലവിളിച്ച നിലവിളികളും പ്രാർത്ഥനകളും ദൈവം കേട്ടു. அவர்கள் தேவனுடைய சமூகத்திலே கூப்பிட்டது, ஜெபத்தை கர்த்தர் கேட்டார். അവരുടെ തലമുറകൾക്ക് ഇന്ന് നല്ല ആഹാരം ദൈവം നൽകി. அவருடைய சந்ததியாருக்கு கர்த்தர் நல்ல போஜனத்தை അവരുടെ தருகிறார். തലമുറകൾക്ക് നല്ല വസ്ത്രം ദൈവം നൽകി. அவருடைய சந்ததிகளுக்கு நல்ல வஸ்திரங்களை கர்த்தர் தருகிறார். ഇന്ന് നമ്മുടെ ചിന്ത, இன்றைக்கு நம்முடைய சிந்தை എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്നാണ്. என்ன சாப்பிடுவோம், என்ன உடுப்போம் என்று. അന്ന് ആമേൻ എന്ത് തിന്നും എന്തുടുക്കുമെന്നായിരുന്നു. அன்றைக்கு என்ன சாப்பிடுவோம், எதை உடுப்போம் என்று. എന്നാൽ ഇന്ന് നമ്മൾ നേരെ മാറി, இன்றைக்கு நேர்மாறாக ആമേൻ ഏത് തിന്നും ഏതുടുക്കുമെന്നാണ്. ஏது தின்போம், ஏதை உடுப்போம். ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഓരോ ദിവസവും, അന്ന് എന്ത് തിന്നും എന്തുടുക്കുമെന്നായിരുന്നു. കാരണം അന്ന് ആമേൻ
എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. அன்றைக்கு எது கிடைத்தாலும் சாப்பிடலாம். அதனால எது கிடைக்கும்? ഒരു വസ്ത്രം കിട്ടിയെങ്കിൽ കൊള്ളാം. ஒரு வஸ்திரம் கிடைத்தால் அதையே உடுத்துக் கொள்ளலாம். എന്നാൽ ഇന്ന് ബീറോ നിറച്ച വസ്ത്രമാണ്. ஆனால் இன்றைக்கு பீரோ முழுவதும் வஸ்திரம். ചുവപ്പും ഉണ്ട്, ചുവപ്പ് കറുപ്പും ഉണ്ട്, കറുപ്പ് വെള്ളയും ഉണ്ട്, വെള്ള ഉണ്ട്. പിന്നെ ഇനി ഇല്ലാത്ത കളറൊന്നുമില്ല, എല്ലാ കളറും ഉണ്ട്, എല്ലാ പിങ്ക് എല്ലാ കളറും ഉണ്ട്. എല്ലാം ഇന്ന് തെരഞ്ഞു നോക്കിയിട്ട് തെരഞ്ഞ് അങ്ങ് മേലെ നിന്ന് കീഴെ വരെ തെരിந்து ഇന്ന് ഏത് ഉടുത്തോണ്ട് പോകാമെന്നാണ് ചിന്തിക്കുന്നത്. ഏത് ഉടുത്തുകൊണ്ട് എന്ത് തുണി വസ്ത്രത്തെ ഉടുത്തുകൊണ്ട് പോകലാം அப்படியே சிந்தையை குழப்புகிறார். ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഹല്ലേലൂയ. അന്ന് എന്തുടുക്കുമെന്നായിരുന്നു, അന്നേക്ക് എதை ഉടുപ്പോം, ഇന്ന് ഏതുടുക്കുമെന്നാണ്, ഇന്നേക്ക് ഏதை ഉടുപ്പോ, ഇന്ന് ഏത് തിന്നുമെന്നാണ്, ഇന്നേക്ക് ഏത് തിൻപോ. പിള്ളേരോട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു നോക്കണം. പിള്ളേരുടെ ഏதாவது சாப்பிடுங்கன்னு சொல்லுங்க. ചോദിക്കും ഇന്നലെ ഇഡ്ഡലി ഇന്നും ഇഡ്ഡലിയാണോ? ഓ നേരത്തേക്ക് ഇഡ്ഡലി ഇന്നേക്ക് ഇഡ്ഡലിയാ. അന്ന് ഒരു ഇഡ്ഡലി കിട്ടിയെങ്കിൽ മതിയായിരുന്നു. അന്നേക്ക് ഒരു ഇഡ്ഡലി കിടത്താലേ പോതും. ഇന്ന് പിള്ളേർക്ക് ഒരു ഇഡ്ഡലി കൊടുക്കണമെങ്കിൽ മൊബൈൽ ഫോണിൽ രണ്ട് ഇഡ്ഡലി ഉള്ള ഇന്ന് പിള്ളേർക്ക് അടി കൊടുക്കാൻ ആളില്ല. ഇന്നേക്ക് പിള്ളേകളെ അടി കൊടുക്കാൻ ആരുമില്ല. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, പ്രിയ ദേവനുடைய പിള്ളേകളെ, എന്ത് തിന്നും എന്തുടുക്കുമെന്ന് ചിന്തിച്ച കാലത്ത്, എதை ഉൺപോ എதை ഉടുപ്പോം എന്ന കാലത്തിൽ അവര് കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ചു. ദൈവമേ, അവர்கள் യേശുவை നോക്കി ജപിத்தார்கள். ദേവനേ അങ്ങ് വേഗം വരണമേ, യേശുവേ നീ വേഗം വരൂ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. എന്നു വരും, എപ്പോ വരും, പോയതുപോൽ എൻ മണവാളൻ. അന്ന് അവര് പാടിയതും അവര് പ്രാർത്ഥിച്ചതും എന്ന് വരും, എപ്പോൾ വരും, എന്റെ കർത്താവേ അങ്ങ് പോയതുപോലെ ഒന്ന് മടങ്ങി വരണമേ. അന്നേക്ക് അവർ പാടിയതും അവർ ജപിച്ചതും, യേശുവേ എന്നേക്ക് വരുവീർ, നീ പോനതുപോലെ തിരുമ്പി വാരും എന്ന് சொல்வார். ഇന്ന് എല്ലാം ഉള്ളപ്പോൾ, ഇന്നേക്ക് എല്ലാം സമ്പൂർണ്ണമായി ഇരിക്കുമ്പോൾ, കിടന്നുറങ്ങാൻ നല്ല വീട് കിട്ടിയപ്പോൾ, നിങ്ങൾ പടുത്ത് തൂങ്ങാൻ നല്ല വീട് കിടത്തപ്പോൾ, പുതയ്ക്കാൻ നല്ല കമ്പിളി കിട്ടിയപ്പോൾ, നമ്മൾ മൂടുവதற்கு நல்ல കമ്പിളി വസ്ത്രം കിട്ടിയപ്പോൾ, കട്ടിലും നല്ല മെത്തയും കിട്ടിയപ്പോൾ, നല്ല കട്ടിൽ മെത്ത കിടത്തപ്പോൾ, യാത്ര ചെയ്യാൻ നല്ല വാഹനം കിട്ടിയപ്പോൾ, പ്രയാണത്തിற்காக நல்ல വാഹനങ്ങൾ കിടത്തപ്പോൾ, ഇപ്പോൾ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ നാം ദേവനോട് சொல்கிறோம், കർത്താവേ ഈ ഇടയ്ക്കൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, യേശുവേ നീ சீக்கிரமாக வராமல் இருந்தாலும் എനിക്ക് 10 സെന്റ് സ്ഥലം കൂടെ വാങ്ങാനുണ്ട്, எனக்கு 10 സെന്റ് பக்கத்துல 10 സെന്റ് நிலம் கூட வாங்க வேண்டும், എന്റെ കൊച്ചിനെ നല്ല രീതിയിൽ കെട്ടിച്ച് അയച്ചു വിടാനുണ്ട്, என்னுடைய பிள்ளையை நல்ல நிலைமையிலே திருமணம் செய்து அனுப்ப வேண்டியிருக்கு, ഇന്നും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, இன்னும் சில காரியங்கள் எல்லாம் பூமியிலே செய்ய ഉണ്ട്. കർത്താവേ നീ ഇടയ്ക്കൊന്നും വന്നില്ലേലും കുഴപ്പമില്ലെന്ന്, நீ சீக்கிரம் வராமல் இருந்தாலும் சோத பிரச்சனை இல்லை என்று சொல்கிறார். കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കേൾക്കുന്ന ദേവനുடைய പിള്ളകളെ, നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, അവൻ വാക്ക് മാറ്റുന്ന കർത്താവല്ല. നേരത്തെ சொன்னதுപോലെ ഇന്ന് சொல்லுகிறேன், ഒരു വാർத்தை சொன்னால் அவர் வாக்கு மாறாதபடி நிறைவேற்றுகிறவர். യോഹന്നാൻ 14:3 யோவான் சுவிசேஷம் 14:3 യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു ക്രിസ്തു ശിഷ്യരിടത്തിലെ சொன்னார், ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്, ഞാൻ உங்களுக்காக ஒரு സ്ഥലത്തെ ஆயத்தப்படுத்த போகிறேன், ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയാൽ, ഞാൻ உங்களுக்காக ஒரு സ്ഥലത്തെ ஆயத்தம் பண்ணுவேன், ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്, நான் இருக்கும் இடத்தில் நீங்கள் இருக்கும்படியா, പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും, മറുപടിയും ഞാൻ ഉங்களிடத்தில் வந்து உங்களை என்னிடமாய் சேர்த்துக்கொள்ளும். ശ്രദ്ധിക്കുന്നുണ്ട്, യേശു കർത്താവ് പറഞ്ഞു, கவனிக்கிறீர்களா? യേശു ക്രിസ്തു சொன்னார், ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും, மறுபடியும் வந்து உங்களை என் அண்டையிலே சேர்த்துக்கொள்ளும். ശിഷ്യന്മാരോടാണ് പറയുന്നത്, சீசர்களோடு சொல்லுகிறார், ശിഷ്യന്മാരെ നിങ്ങളുടെ ഹൃദയം കലകി പോകരുത്. 14:1 சீசர்களை பார்த்து யோவான் 14:1 சொல்கிறார், உங்கள் இருதயம் கலங்காமல் இருப்பதாக, ദുഃഖിക്കേണ്ട ആവശ്യമില്ല, நீங்கள் துக்கப்பட வேண்டிய தேவையில்லை, ഞാനൊരു വാസസ്ഥലത്തെ ഒരുക്കുവാനായിട്ടാണ് நான் പോകുന്നത്, உங்களுக்காக ஒரு வாசஸ்தலத்தை உண்டு பண்ணும்படி போகிறேன். ഈ കാണുന്ന വാസസ്ഥലം നമുക്ക് താൽക്കാലികമാണ്, நாம் இங்குபது காண்கிற வசித்துக் கொண்டிருக்கிற வாசஸ்தலம் ഈ தற்காலிகமானது, കാണുന്ന ഭൂമി താൽക്കാലികമാണ്. நாம் வசிக்கிற இந்த பூமி தற்காலிகமானது. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, பேதுருடைய நிருபத்திலே ഈ பார்க்கிறோம், കാണുന്ന ഭൂമി വെന്തുരുകി ചാമ്പലായി പോകും, நாம் இங்கே காண்கிற
இருக்கிற இந்த பிரபஞ்சம் எல்லாம் வெந்துருகி சாம்பலாய் போகும். தமிழில் ஒரு பாட்டு உண்டு, இந்த பூமி வெந்துருகி சாம்பலாகும். தமிழில் ஒரு பாடல் உண்டு, இந்த பூமி வெந்துருகி சாம்பலாகிடும் என்று. അതുകൊണ്ട് சிந்தித்து மனம் திரும்பி அவரை அண்டிக்கொள். ஆகையால் சிந்தித்து மனம் திரும்பி அவரை அண்டிக்கொள். அவன் ഈ ഭൂമി തകർന്നു പോകും. இந்த பூமி அழிந்து போகும். ഈ ഭൂമി അഗ്നിക്ക് ഇരയാകും. இந்த பூமி அக்கினிக்கு இரையாகி போகும். കാണുന്ന വീടുകൾ തകർന്നു പോകും. நாம் காண்கிற வீடுகள் தகர்க்கப்படும். എന്നാൽ കർത്താവ് പറഞ്ഞു, ஆனா இயேசு சொன்னார், ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. நான் உங்களுக்காக ஒரு நல்ல வாசஸ்தலம் உண்டு பண்ண போகிறேன். ഒരു ഉരുൾപൊട്ടലിലും തകർക്കപ്പെടാത്തൊരു വാസസ്ഥലം, ஒருவராலும் உடைக்கப்பட முடியாத ஒரு வாசஸ்தலம், ഒരു ഉരുൾപൊട്ടലിലും തകർക്കപ്പെടാത്ത വാസസ്ഥലം, മലയിടിച്ചിലിൽ ஒரு சோதனம், மலை மலை இடிந்து வந்தாலும் அழிந்து போகாத ஒரு சரதம், ഒരു വെള്ളപ്പൊക്കത്തിലും ആമേൻ തകർന്നു പോകാത്തൊരു വാസസ്ഥലം, பெரிய ஜலப்பிரளயம் வந்தாலும் அழித்து போட முடியாத ஒரு வாசஸ்தலம், ആമേൻ ഒരു ഭൂമി കുലുക്കത്തിലും തകർന്നു പോകാത്തൊരു വാസസ്ഥലം, பூமி அதிர்ச்சி வந்தாலும் அது தகர்ந்து போகாத ஒரு வாசஸ்தலம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാസസ്ഥലത്തെ ഒരുക്കി കഴിഞ്ഞിട്ട് കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുമെന്ന് അന്നേ എന്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തു. அந்த வாசஸ்தலத்தை ஆயத்த பண்ணின பின்பு வருவேன் என்று சொல்லி அன்றைக்கே இயேசு கிறிஸ்து தம்முடைய சீஷர்களுக்கு சொன்னார். ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോ நீங்கள் இருக்கிறத பார்த்தா, ദൈവമേ എന്റെ വീട് വിട്ടിട്ട് പോണോ, தேவனே நான் கஷ்டப்பட்டு கட்டின இந்த வீட்டை விட்டு போக എന്റെ வேண்டும், സ്ഥലം വിട്ടെല്ലാം പോകേണ്ടി വരുമോ, என்னுடைய സ്ഥലத்தை விட்டுட்டு போக வேண்டி അയ്യോ வருமா, എന്റെ റബ്ബർ തോട്ടം എല്ലാം വിട്ടിട്ട് പോകേണ്ടി വരുമോ, என்னுடைய ரப்பர் தோட்டத்தை விட்டுட்டு போக வேண்டி வருமா. ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയെന്നാണ് നിങ്ങൾ ഇരിക്കുന്നത്. இது ஒரு பெரிய கஷ்டமான காரியம்தான் என்று நீங்கள் சிந்திப்பது போல் தோன்றுகிறது. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, பிரியமான தேவனுடைய பிள்ளைகளே, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം നമ്മൾ വച്ചിരിക്കുന്ന വീട് പോലെ ഉള്ളതല്ല. கர்த்தர் நமக்கு ஆயத்தப்படுத்துகிறதான வீடு நாம் கட்டியிருக்க வீட்டை போல அல்ல. ഹല്ലേലൂയ. ഹല്ലേലൂയ. മലയാളത്തിലൊരു പാട്ടുണ്ട്, മലയാളത്തിൽ ഒരു പാടലുണ്ട്, മുത്തുമയമായി വിളങ്ങും പട്ടണമതിയിലെ പുത്തനെറുശലേംപുരം എത്ര ശോഭിതം, മുത്തുമയമായി വിളങ്ങും പട്ടണമതിയിലെ പുത്തനെറുശലേംപുരം എത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാ പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലകോ, ഭംഗി വർണ്യമല്ലകോ, വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാ പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലകോ, ഭംഗി വർണ്യമല്ലകോ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാ സോദരയിൽ യാനം ചെയ്തോരാ, നാടു വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം സോദരയിൽ യാനം ചെയ്തോരാ, കൂടി വന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ കൂടി വന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഹല്ലേലൂയ. അല്പകാലമാണ് ഈ ഭൂമിയിലെ വാസം, கொஞ்சம் காலம் தான் இந்த பூமியில മോശ வாசம். 90 സങ്കീർത്തനത്തിൽ പറഞ്ഞു, மோசே 90 சங்கீதம் சொல்கிறார், 70 വർഷം ഏറെയായാൽ 80 വർഷം. மனுஷருடைய ஆயுசு நாட்கள் 70 வருடம், சோதரம் கூடி போனா 80 வருடம். ദാവീദ് പറഞ്ഞു, എന്റെ ആയുഷ്കാലം അത് 4 വിരൽ നീളത്തിന് തുല്യമാണ്. தாவீது சொல்ல 4 விரற்கடை வீதியாய் என்னுடைய ஆயுசு நாட்கள் இருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. ഇന്ന് 80 വയസ്സ് വരെ മനുഷ്യന്റെ ആയുസ് നിൽക്കുന്നില്ല. இன்றைக்கு 80 வரையிலும் மனுஷனுடைய ஆயுட்காலங்கள் நீடிப்பதில்லை. ചിലരൊക്കെ രക്ഷപ്പെട്ട് 80 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. சிலர் எப்படியோ தப்பி தடுமாறி 80 வயசுல இருந்து கொண்டிருக்கிறார்கள், அவர்களுக்கு ஆண்டவரை ஸ்தோத்திரம். ഇന്ന് പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ இன்றைக்கு செய்தித்தாளை வாசித்து பார்த்தால் 35 വയസ്സ് 40 വയസ്സ് 32
വയസ്സ്, 28 വയസ്സ്, 27 വയസ്സെന്ന് പറഞ്ഞ് യൗവനക്കാരെ എല്ലാം മരണം വിളിച്ചുകൊണ്ട് പോകുകയാണ്. 27 വയസ്സ്, 28 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, இப்படியாக நிலைமையிலே வாலிபர்களை மரணம் இழுத்து செல்கிறது. ഈ ഭൂമിയിൽ എപ്പോൾ നമ്മുടെ കണ്ണടയുമെന്ന് നമുക്കറിയത്തില്ല. இந்த பூமியிலே எப்பொழுது நாம் கண்களை மூடுவோம் என்று நமக்கு ഇവിടെ தெரியாது. നമ്മുടെ കണ്ണടഞ്ഞാൽ, இங்கே நம்முடைய கண்ணை மூடினால், ആമേൻ, അബ്രഹാം പിതാവിന്റെ മടി എന്നറിയപ്പെടുന്ന പർദീസയിൽ നമ്മുടെ കണ്ണ് തുറക്കപ്പെടുവാൻ ഇടയാകട്ടെ. நம்முடைய மடி என்று சொல்லுகிற இளைப்பாறுதலே பரதீசிலே நம்முடைய கண்கள் திறக்கப்பட வேண்டும். കർത്താവ് ഒരുക്കുന്ന വാസസ്ഥലത്തിൽ പ്രവേശിക്കുവാൻ കഴിയട്ടെ. கர்த்தர் நமக்கு ஆயத்தப்படுத்துகிற வாசஸ்தலத்தில் கடந்து செல்வதற்கு முடிய வேண்டும். അത് മുത്തുമയമായി വിളങ്ങുന്ന പട്ടണമാണ്. அது മുത്തുകളിലാൽ ഉരുവാക്കപ്പെട്ട പട്ടണം. 12 രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പട്ടണമാണ്. 12 വിധமான രത്ന കற்கள் അലങ്കരിക്കപ്പെട്ട നഗരം. അതിന്റെ വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാണ്. അത് തങ്കത്തിനാൽ പടിക പച്ചയിനാൽ ചെയ്യപ്പെട്ടതായിരിക്കും. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ രൂപം കാണുവാൻ തക്കവണ്ണമുള്ള ശുദ്ധ സ്വർണം കൊണ്ടാണ് ആ തെരുവീതി പോലും നിർമ്മിച്ചിരിക്കുന്നത്. തെരുവീതിയെല്ലാം നടന്നു പോകുമ്പോൾ നമ്മുടെ സായിൽ വെളിപ്പെടുകയാണ് ശുദ്ധ തങ്കത്തിനാൽ ചെയ്യപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ അരപ്പവനും മുക്കാപ്പവനും കാൽപ്പവനും ഇട്ട് കണ്ണാടിയിൽ കുറച്ചു നേരം നിന്ന് ആമേ സ്തോത്ര സമയം ചെലവിടുന്ന സകലരോട് ഞാൻ പറയുകയാണ്, இங்கே அரப்பகன் கால்பகன் முக்காபகனுக்கு காத்துல போட்டுக்கிட்டு கண்ணாடிக்கு முன்னாக பல மணி நேரங்கள் நின்று அப்படியே அழகு பார்க்கிறவர்கள் நான் சொல்கிறேன். അവിടെ നടന്നു പോകാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്ഥലമാണ് ആമേ സ്വർണ്ണ തുല്യമായ തെരുവീതി. அங்கே பட்டணத்தை நடந்து போகிறதான ஒரு பாதை தான் பொன்னினால் செய்யப்பட்டதாயிருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. എന്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മടങ്ങി വരികയാണ്. என்னுடைய காரியம் முதல்ல ஆகவே திரும்பி வருகிறேன். യേശു ഒരുക്കുന്ന വാസസ്ഥലം, അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ നിരാശയില്ല, അവിടെ രാത്രിയില്ല. ആമേൻ. നീതി സൂര്യൻ അവിടെ എപ്പോഴും പ്രകാശമായിരിക്കും. இயேசு கிறிஸ்து உருவாக்குற அந்த வாசஸ்தலத்திலே மரணம் இல்லை, துக்கம் இல்லை, வியாதி இல்லை, பஞ்சம் இல்லை, பசி இல்லை, பட்டினி இல்லை, சூரியமயமான மகிமையால் நிறைந்ததான பட்டணமாய் இருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. കർത്താവ് ഒരുക്കുന്ന വാസ, ഇവിടെ പവർ കട്ടുണ്ട്, അവിടെ പവർ കട്ടില്ല. இங்கே சோத்த மின்சாரம் திடீர்னு போய்விடும், அங்க அந்த மாதிரி பிரச்சனை இருக்காது. അയ്യോ, ഒരു കാലത്ത് തമിഴ്നാട്ടിൽ 6 മണിക്കൂർ പോലും പവർ കട്ട് ഉണ്ടായിരുന്നു. சோத ஒரு காலத்துல தமிழகத்திலே 6 மணி நேரம் வரையிலும் பவர் கட் ഉണ്ടായിരുന്നത്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തമിഴ്നാട്ടിലായിരുന്നില്ലേ? നമ്മളെല്ലാം മറന്നു കളയുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മുടെ കർത്താവ് ഒരുക്കുന്ന വാസസ്ഥലത്തിൽ പവർ കട്ട് അവിടെ ഇല്ല. നമ്മുടെ ആണ്ടവരായ യേശു ക്രിസ്തു ആയത്തപ്പെടുത്തുന്ന വാസസ്ഥലത്തിലെ മിൻസാരം തടയപ്പെടുവതില്ലേ, വെളിച്ചം തടയപ്പെടുവതില്ലേ. അവിടെ മാമിയാരില്ല, മച്ചാനാരില്ല, മരുമകനില്ല, മരുമകളില്ല. അങ്ങ് മാമിയില്ല, മരുമകനില്ല, മച്ചാനില്ലേ, சோதனை அப்படிப்பட்ட யாருமே இல்லை. അവിടെ ചണ്ടയില്ല, വഴക്കില്ല, ഒന്നുമില്ല. അങ്ങ് சண்டையிலே வழக்குகளிலே ஒன்றுமில்லை. അവിടെ സന്തോഷകരമായ ഒരു വാസസ്ഥലം, சந்தோஷத்தால் நிறைந்திருக்கிற ஒரு வாசஸ்தலம். அப்பா ஒரு வீடு கட்டினா அது எனக்கு உனக்கு சேர்த்து கட்டினா. இயேசு அப்பா ஒரு வீடு கட்டினா அது எனக்கு உனக்கு சேர்த்து கட்டினா. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഒരു വീട് ഒരുക്കി, അത് നമുക്ക് എല്ലാവർക്കും ചേർത്താണ് പണിതിരിക്കുന്നത്. நம்ம ஆண்டவராയ இயேசு கிறிஸ்து நம்ம எல்லாருக்காகவும் ஒரு வீட்டை கட்டிக்கொண்டிருக்கிறார். അവിടെ മാമനാരില്ല, മച്ചാനാരില്ല, മാമിയാരില്ല, മരുമകളില്ല എന്ന് പറഞ്ഞ് ദൈവഭക്തൻ മനോഹരമായി പാടിയിരിക്കുകയാണ്. മാമിയില്ലേ, മരുമകളില്ലേ, മച്ചാനില്ലേ, മാമനില്ലേ എന്ന് சொல்லி ഭക്തൻ അമിതമായി പാടിയിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ വാസസ്ഥലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ നമ്മുടെ യേശു വേഗം വരുവാൻ പോകുന്നു. அப்படிப்பட்ட மகிமையான வாசஸ்தலத்திலே நம்மை கூட்டி சேர்ப்பதற்கு ஆண்டவராയ இயேசு கிறிஸ்து வேகமாய் வருகிறார். അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. அப்போஸ்தலர் நடபடிகள் புத்தகம் 1-வது அதிகாரம் 11வது வசனத்திலே 10-11 വാക്യങ്ങളിൽ 10-11 വസനങ്ങളിലെ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കയറുമ്പോൾ യേശു പല്ലവത്തിൽ എഴുന്നള്ളി പോകുമ്പോൾ അവിടെ ഗലീല പുരുഷന്മാരും ശിഷ്യന്മാരും എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. கலிலியா புருஷர்களும் அப்போஸ்தலர்களும் பார்த்து கொண்டிருக்கிறார்கள். ആമേൻ. എനിക്ക് ആ തമിഴിൽ ആ വചനം എനിക്ക് വളരെ ഇഷ്ടമാണ്. தமிழில் எனக்கு அந்த வார்த்தை மிகவும் விருப்பமாக இருந்தது. ദൂതന്മാർ വന്ന് അവരോട് ചോദിക്കുന്നു, தூதர்கள் வந்து அவர்களை பார்த்து கேட்கிறார்கள். വായിക്കാമോ വാക്യം? அந்த வசனம் வாசிக்கலாம். அவர் போகிற போது அவர்கள் வானத்தை அண்ணாந்து பார்த்து கொண்டிருந்தார்கள். அவர்கள் வானத்தை அண்ணாந்து பார்த்து கொண்டிருந்தார்கள். അവർ വാനത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വായും തുറന്ന്. வானத்துக்கு நேராய் தங்கள் வாய் பிளந்து நிற்கிறார்கள். 2 കണ്ണും ഇങ്ങനെ തള്ളി നിൽക്കണം. എന്റെ യേശു പോയേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. 2 கண்களை உருட்டின வண்ணமா ஆ என்று வாயை திறந்து கொண்டு எங்க இயேசு போகிறாரே என்று சொல்லிக் கொண்டிருக்கிறார்கள். ആത്മീയരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ஆவிக்குரியவருடைய பிரச்சனை என்னவென்றால் ഈ കേൾക്കുന്ന പ്രസംഗം എല്ലാം അവര് മറക്കും. கேட்கிறதான செய்தி எல்லாம் மறப்பாங்க. കേൾക്കുന്ന ഉപദേശം
ഉപദേശം എല്ലാം മറക്കും. கேட்கிற உபதேசத்தை மறந்து போவார்கள். ഇപ്പൊ ഞാൻ അല്പനേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഈ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, நான் கொஞ்ச நேரத்தை தான் சொன்னேன். யோவான் 14-ஆம் அதிகாரத்திலே இயேசு சீஷர்களுக்கு சொன்னார், நான் போவேன், ഞാൻ പോയാൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കും, நான் போனால் உங்களுக்கு வாசஸ்தலத்தை ஆயத்தப்படுத்துவேன், വാസസ്ഥലത്തെ ഒരുക്കിയാൽ ഞാൻ മടങ്ങി വരും. வாசஸ்தலத்தை ஆயத்தப்படுத்தி விட்டு நான் திரும்பி வருவேன். ആ വചനത്തിനകത്ത് ശരിയായ ഒരു അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? அந்த വചനத்துக்குள்ளாக சரியான ஒரு அர்த்தம் சொல்கிறது இப்படி, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം അറേഞ്ച്മെന്റ് ചെയ്യാൻ പോകുന്നു എന്നാണ്. நான் உங்களுக்கு ஸ்தலத்தை ஆயத்தப்படுத்த போகிறேன் என்று சொன்னால் உங்களுக்கு ஒரு அரேஞ்ச்மென்ட் பண்ண போகிறேன், உங்களை தங்க வைப்பதற்காக ஒரு அரேஞ்ச்மென்ட் பண்ண போகிறேன். വീടിനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നു, ആ വീടை ഒഴുங்குപെടുത്ത പോகிறேன் എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സെറ്റ് കിടന്ന സ്ഥലത്ത് കാണുന്നില്ല. വീട്ടുടമസ്ഥന് തോന്നുന്നു ആ സെറ്റിയുടെ പൊസിഷൻ ഒന്ന് തിരിച്ചിടാം. சோதரா நேற்றைக்கு இருந்த செட்டி இருந்த அந்த விதம் அவருக்கு சரியாகல, இனி வேற விதமாய் மாற்றி போடலாம் என்று சிந்திக்கிறார். ഇന്നലെ വരെ വെച്ചിരുന്ന പഴയ ടിവി വേണ്ട, ഇന്നൊരു പുതിയ LED വാങ്ങി വെക്കാം. நேற்றைக்கு வரை இருந்த பழைய டிவி வேண்டாம், இனி ஒரு புதிய LED டிவி வாங்கி வைக்கலாம். ഇന്നലെ വരെ ഇരുന്ന ഉളുപ്പൻ പിടിച്ച ഫർണിച്ചർ വേണ്ട, വേറെ ഒന്ന് വാങ്ങി വെക്കാം. நேற்றைக்கு வர உளுத்து போனதானே அந்த பர்னிச்சர் வேண்டாம், வேற ஒன்று வாங்கி வைக்கலாம். പൈസ വരുന്തോറും അറേഞ്ച്മെന്റ് വർദ്ധിക്കുകയാണ്. பணம் வர 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 அரேஞ்ச்மெന്റ് அதனுடைய ஒழுங்குபடுத்தல் மாற்றம் உருவாகிறது. ഇവിടെ ദൈവത്തിന്റെ പൈതൽ ദൈവനാമത്തിന് വേണ്ടി ചിലവിടുമ്പോൾ, இங்கே தேவனுடைய பிள்ளைகள் தேவநாமத்துக்காக செலவு செய்யும். ഇവിടെ ദൈവത്തിന്റെ പൈതൽ ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, இங்கே தேவனுடைய பிள்ளைகள் தேவனுடைய நாமத்துக்காக அவர்கள் பாடுபடும்போது, ഇവിടെ ദൈവത്തിന്റെ പൈതൽ മുഴങ്കാൽ മടക്കി ദേശത്തിന് വേണ്ടി കണ്ണുനീർ ഒഴുക്കുമ്പോൾ, இங்கே தேவனுடைய பிள்ளைகள் முழங்கால் படியிட்டு தேசத்துக்காக கண்ணீரோடு ஜெபிக்கும்போது, അതെല്ലാം കാണുന്ന എന്റെ കർത്താവ്, അതെല്ലാം பார்க்கிற എൻ യേശു നമ്മുടെ സ്ഥലത്ത് വീണ്ടും അറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. நமக்காக ஸ்தலத்தை மீண்டும் ஒழுங்குபடுத்துகிறார். ഇവന് ഈ സൗകര്യം പോലെ ഇന്നും നല്ല സെറ്റപ്പ് ഒരുക്കി കൊടുക്കണം. சோ இப்படிப்பட்டதான சௌகரியங்கள் போதாது, இன்னும் நல்ல சௌகரியங்களை உண்டு பண்ண வேண்டும் என்று நினைக்கிறார். എന്ന് പറഞ്ഞാൽ അവിടെ LED TV വാങ്ങി കേബിൾ കണക്ഷൻ വലിച്ചു തരുമെന്നല്ല ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. அப்படியானால் நல்ல பெரிய LED வைத்து கேபிள் கனெக்ஷனை உண்டு பண்ணி தருவார் என்றல்ல நான் சொன்னது. ഇവിടെയോ TV കാണാൻ സമയം കിട്ടിയില്ല, അവിടെയെങ്കിലും പോയിരുന്ന് കാണാമെന്ന് ചിന്തിച്ചാൽ, இங்கே டிவி காண சமயம் கிடைக்கவில்லை, அங்கேயாவது போயிது என்று டிவி பார்க்கலாம் என்று நினைத்தால் அந்த இடவாடங்க நடக்காது. அந்த காரியம் ஒண்ணு அங்கே கிடையாது. ഹല്ലേലൂയ. അവിടെ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനയുടെ ശബ്ദമാണ്. அங்கே எப்பொழுது സ്തുതിத்து ആരാധിக்கிற ആരാധന ശബ്ദം. വാസസ്ഥലത്തെ കർത്താവ് അറേഞ്ച്മെന്റ് ചെയ്യുന്നു. വാസസ്ഥലത്തെ കർത്താവ് ഒഴുங்குപെടുത്തുகிறார். അത് നന്നായി അറേഞ്ച്മെന്റ് ചെയ്ത് തീരുമ്പോൾ എന്റെ കർത്താവ് കടന്നു വരും. നേർത്തിയായി അവരെ ഒഴുங்குപെടുത്തി വിട്ട് യേശു ക്രിസ്തു വരുവാർ. അപ്പോ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ പോയാൽ ഞാൻ വേഗത്തിൽ വരുമെന്ന് പറഞ്ഞു. உங்கள் இதயம் கலங்காமல் இருக்க வேண்டும், நான் போனால் மறுபடியும் சீக்கிரம் வருவேன் என்று சொன்னார். ശിഷ്യന്മാർ മറന്നു. அந்த செய்தி அவர்கள் மறந்தார்கள். യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു പോയപ്പോൾ, യേശു പരലോകത്തേക്ക് എഴുന്നള്ളി പോണപോது അവർ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. வாய் பிளந்து பார்த்து கொண்டிருக்கிறார்கள். അയ്യോ യേശുവേ പോവരുതേ എന്ന് വിളിക്കുകയാണ്. യേശുവേ നീ പോക വേണ്ടാം എന്ന് சொல்கிறார்கள். അയ്യോ ഇനിയിപ്പോ എന്ത് നടക്കുമെന്ന് പറഞ്ഞവര് ഭാരപ്പെടുകയാണ്. ഇനി என்ன സംഭവിக்க போறதோ என்று கலங்குகிறார்கள். അപ്പൊ ദൂതന്മാർ ഇറങ്ങി വന്നു. அங்கே தூதர்கள் இறங்கி வந்தார்கள். ദൂതന്മാർ പറഞ്ഞു, தூதர்கள் சொன்னார்கள், നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശു, உங்களை விட்டு பரலோகத்துக்கு எடுத்துக் கொள்ளப்பட்ட യേശു, അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ, அவர் போகிறதை நீங்கள் பார்த்தது போலவே യേശു വേഗത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. சீக்கிரமாய் அப்படியே അടിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ കൊട്ടി നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുവാൻ പോകുന്നു. നമ്മുടെ ആண்டവரേ യേശു சீக்கிரம் வர போகிறார். ഫിലിപ്പിയർ 3:20 பிலிப்பியர் 3:20 പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, அப்போஸ்தலன் பவுல் விதமாய் சொல்லுகிறார், നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു, நம்முடைய குடியிருப்பு பரலோகத்தில் இருக்கிறது. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു, அங்கிருந்து நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து രക്ഷകനായി വരുമെന്ന് இயேசு கிறிஸ்து രക്ഷകർ വരെ എതിർபார்த்து കൊണ്ടിരിக்கிறோம். നാം കാത്തിരിക്കുന്നു. നാം എതിർபார்த்து കൊണ്ടിരിக்கிறோம். കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കേൾക്കുന്ന ദേവനുடைய പിള്ളയെ, യേശു പറഞ്ഞു ഞാൻ വേഗം വരും. യേശു சொன்னார் நான் சீக்கிரமாக வருவேன். ദൂതന്മാർ പറഞ്ഞു യേശു വേഗം വരും. தூதர்கள் சொன்னாங்க இயேசு சீக்கிரம் வருவார். പൗലോസ് പറയുന്നു യേശു വേഗം വരും. பவுல் சொல்கிறார் இயேசு சீக்கிரம் வருவார். രണ്ടോ മൂന്നോ സാക്ഷികളാൽ ഏതൊരു കാര്യവും ഉറപ്പിക്കപ്പെടുകയാണ്. மூன்று സാക്ഷികളാൽ எந்த ஒரு காரியமும் ഉறுதிப்படுത്തപ്പെടുகிறது. അപ്പോൾ മൂന്ന് സാക്ഷികൾ, മൂന്ന് വചനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി. ഇതല്ല, ഇതിന് അധികം വചനങ്ങളുണ്ട്. മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ആമേൻ, നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുകയാണ്. സാക്ഷിയായ മൂന്ന് കാര്യങ്ങളിലും പഠിത്തോ, അത് മാത്രമല്ല நிறைய കാര്യങ്ങൾ വേദത്തിൽ இருக்கிறது. ആകയാൽ യേശു ക്രിസ്തു സീക്കിരം വരുവാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, നാം ചിന്തിக்கிறோம், എന്റെ കൊച്ചുപ്രായം മുതൽ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറു പരുവം മുതലേ യേശു വരുവാർ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. വരും എന്ന് പറഞ്ഞിട്ട് യേശു ഇതുവരെ വന്നില്ലല്ലോ. വരുവാർ എന്ന് சொல்லி ഇതുവരെ വരവില്ലേ. പാസ്റ്റർ ഇനി എപ്പോഴാ വരാൻ പോകുന്നത്? പാസ്റ്റർ എപ്പോഴും യേശു വരുവാർ. അങ്ങനെ സംശയം പലർക്കും ഉണ്ട്. அப்படிப்பட்டதா சந்தேகம் பலருக்கு உண்டு. കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കൈ
കൈ ഉയർത്തും. கரம் உயர்த்த சொன்னால் நீங்கள் உயர்த்துவீர்கள். നമ്മുടെ ആമേൻ സർവ്വസാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത്, சர்வசாதாரணமாய் நாம் கேட்கிறது, ആമേൻ ലോകത്തിൽ ഭൂകമ്പങ്ങൾ നടക്കുമ്പോൾ, பூமி அதிர்ச்சிகள் உலகத்திலே நடந்து கொண்டிருக்கும் பொழுது, യുദ്ധങ്ങൾ നടക്കുമ്പോൾ, யுத்தங்கள் நடக்கும்போது, യുദ്ധത്തിന്റെ ശ്രുതി കേൾക്കുമ്പോൾ, யுத்தத்தினுடைய செய்தியை கேட்கும்போது, അതെല്ലാം കർത്താവ് ആമേൻ വരുവാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. இதெல்லாம் ஆண்டவராய் இயேசு கிறிஸ்துவின் வருகையின் அடையாளங்கள் என்று நாங்கள் ഇതെല്ലാം ആമേൻ നമ്മുടെ ദേശത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. இதெல்லாம் நம்முடைய தேசங்களிலே இப்படி நடந்து கொண்டிருக்கிறது. ഇന്ന് ഭൂമിയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. இன்றைக்கு பூமியில் அவைகள் நடந்து கொண்டிருக்கிறது. ആമേൻ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധികാരത്തെ നാം വാസിക്കുമ്പോൾ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഇതെല്ലാം നടക്കേണ്ടത് തന്നെയാണ്. ഇതെല്ലാം നടക്ക വേണ്ടിയത് അവശ്യമായി ഇരിക്കുന്നു. നോവിന്റെ ആരംഭമാണ്. ഇതെല്ലാം പ്രസവ വേദനയ്ക്ക് ആരംഭം എന്ന് എന്നാൽ എപ്പോഴാണ് ആമേൻ ആ കർത്താവിന്റെ വരവ് സംഭവിക്കുന്നത്? ஆனால் எப்பொழுது ஆண்டவராய் இயேசுவின் வருகை സംഭവിக்கிறது? മത്തായി 24:15. മത്തായി 24:15. അവിടെ വചനം പറയുന്നത് ഇങ്ങനെ, അங்கே വചനം ഇതുമായി சொல்லுகிறது. മലയാളത്തിൽ പറയുന്നത്, ശൂന്യമായ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുമ്പോൾ ദൈവജനം തിരിച്ചറിയണം, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. பாழாக்கிற அருவருப்பை குறித்து தானியேலுக்கு சொல்லியிருக்கிறாரே, வாசிக்கிறோம், சிந்திக்கிறவன் நீங்கள் அதை பரிசுத்தத்தில் நிற்க காணும் பொழுது இயேசு வருகிறார். அப்ப ശൂന്യമായ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ, அப்படியாக பாழாக்கிற அருவருப்புகள் காணப்படும் பொழுது, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ, பரிசுத்த ஸ்தலத்துக்குள் காணப்படும் பொழுது ദൈവജനം തിരിച്ചറിയണം, தேவனுடைய பிள்ளைகள் புரிந்து கொள்ள வேண்டும், കർത്താവിന്റെ വരവിന് താമസിക്കുകയില്ല. ஆண்டவர் இயேசுவின் வருகை தாமதமாகாது. ദാനിയേൽ പ്രവചനത്തിലുള്ള വാക്യമാണ്. தானியேல் தீர்க்கதரிசன புத்தகத்தில் உள்ள வார்த்தைகள். ദാനിയേൽ 9-ാം അധ്യായം 27-ാം വാക്യം. தானியேல் தீர்க்கதரிசன புத்தகம் 9-வது அதிகாரம் 27-வது வசனம். വായിക്കേണ്ട 11-ാം അധ്യായം 31-ാം വാക്യം. 11-ാം அதிகாரம் 31-வது വചനം. 12-ാം അധ്യായം 11-ാം വാക്യം. 12-ാം அதிகாரம் 11-ാം വചനം. ഈ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, இந்த வசனங்களை பார்க்கும் பொழுது, ആമേൻ, വിശുദ്ധ സ്ഥലത്തിൽ ആ മ്ലേച്ഛത നിൽക്കും. பரிசுத்த ஸ்தலத்திலே அருவருப்புகள் காணப்படும். അവിടെ യാഗപീഠത്തിൽ യാഗം നടക്കാതെയാകും. அங்கே பலிபீடத்திலே பலி செலுத்தப்படாமல் ஆகும். മ്ലേച്ഛ ബിംബങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിക്കും. மோசமான விக்கிரகங்களை கொண்டு அங்கே ஸ்தாபிப்பார்கள். ഇതിന്റെ അർത്ഥം എന്താണ്? இதனுடைய அர்த்தம் என்ன? വേദപണ്ഡിതാക്കന്മാർ, വലിയ പ്രസംഗകർ ഒരുപാട് അർത്ഥങ്ങൾ ഇതിനകത്ത് പറയാൻ അവർക്കുണ്ട്. வேத பண்டிதர்கள், பெரிய பிரசங்கிமார்கள் பல கருத்துக்களை சொல்வதுண்டு. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്തയാണ് നിങ്ങളോട് പറയുന്നു. தேவனுடைய ஆவியான ஒன்று இருதயத்திலே கொடுத்த ஒரு சிந்தையை சொல்லுகிறேன். 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്ത്യർ 3-வது அதிகாரம் 16-வது നിങ്ങൾ വചനം. ദൈവത്തിന്റെ മന്ദിരമെന്നും நீங்கள் தேவனுடைய ஆலயமாய் இருக்கிறீர்கள். ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? தேவனுடைய ஆவியான உங்களில் வாசமாய் இருக்கிறார்கள் என்று நீங்கள் നമ്മുടെ அறியாதிருக்கிறீர்களா? ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. நம்முடைய இந்த சரீரம் தேவனுடைய ஆலயம். നമ്മുടെ ഈ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമാണ്. நம்முடைய இதயம் தேவனுடைய ஆலயம். 1 കൊരിന്ത്യർ 3:17 പറയുന്നു, 1 கொரிந்தியர் 3:17 சொல்கிறது, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമായ മന്ദിരമാണ്. தேவனுடைய ஆலயம் பரிசுத்தமாய் இருக்கிறது. അപ്പൊ ഈ ഹൃദയം ആമേൻ വിശുദ്ധമായ ദൈവത്തിന്റെ മന്ദിരമാണ്. இந்த இதயம் பரிசுத்தமாய் இருக்கிற தேவனுடைய ഈ ஆலயம். പരിശുദ്ധമായ വിശുദ്ധമായ ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ഹൃദയത്തിൽ, பரிசுத்த ஆலயமாகிற நம்முடைய இந்த சரீரமாய் ஆலயத்தில், ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമാകുന്ന നമ്മുടെ ആമേൻ ഹൃദയത്തിൽ, தேவனுடைய ஆலயமாகிற பரிசுத்த ஸ்தலமாகிற நம்முடைய இதயத்தில், ആമേൻ, മ്ലേച്ഛത വെളിപ്പെടുമ്പോൾ அருவருப்புகள் வரும்போது ദൈവജനം തിരിച്ചറിയണം, தேவனுடைய ஜனங்கள் புரிந்து கொள்ள എന്റെ வேண்டும், കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. இயேசு வருகை சமீபமாய் இருக்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി 21:13. மத்தேயு 21:13 കർത്താവ് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം. என்னுடைய வீடு எல்லா ஜனங்களுக்கும் ஜெப வீடு. യോഹന്നാൻ 2:16. யோவான் 2:16. കർത്താവ് പറഞ്ഞു, എന്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കരുത്. என்னுடைய ஆலயத்தை வியாபார வீடாக மாற்றக்கூடாது. എന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. என்னுடைய வாசஸ்தலத்தை ஆலயத்தை வியாபார ஸ்தலமாய் மாற்றக்கூடாது. ഹല്ലേലൂയ. ஹல்லேலூயா. ഇന്ന് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമായിരിക്കുന്നു? இன்றைக்கு நம்முடைய இருதயம் எப்படிப்பட்ட இருதயமாய் இருக்கிறது? കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വാസം ചെയ്യുന്നുണ്ടോ? நம்முடைய இருதயத்துக்குள்ள இயேசு வாசிக்கிறார். നമ്മുടെ ഹൃദയം വിശുദ്ധി ഉള്ളതായിരിക്കുന്നുണ്ടോ? நம்முடைய இருதயம் பரிசுத்தமுள்ளதாக இருக்கிறதா? നമ്മുടെ ആലയം വിശുദ്ധി ഉള്ളതായിരിക്കുന്നുണ്ടോ? நம்முடைய ஆலயம் பரிசுத்தமாய் இருக்கிறதா? നമ്മുടെ ആലയത്തിന് ഒരു വിശുദ്ധി നമ്മൾ നൽകിയിട്ടുണ്ടോ? நம்முடைய ஆலயத்துக்கு ஒரு பரிசுத்தத்தை நாம் ഇന്ന് கொடுத்திருக்கிறோம். രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ராத்திரி வேளை என்னை கேட்கிற தேவனுடைய பிள்ளைகளே, നിന്റെ ഹൃദയത്തിനകത്ത് മ്ലേച്ഛ വിഗ്രഹത്തെ നീ കൊണ്ടുവച്ചിട്ടുണ്ടോ? உன்னுடைய இருதயத்தில் அருவருப்பான விக்கிரகத்தை நீ நாட்டி வைத்திருக்கிறாயா? ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ദൈവജനത്തിന്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ചാൽ, தேவனுடைய ஜனத்தினுடைய இருதயத்தை ஒன்று பரிசோதனை செய்தால், ആമേൻ, ഒരിക്കൽ ദൈവം പറഞ്ഞു, ஒருமுறை தேவன் சொன்னார், ഈ മനുഷ്യന്റെ ഹൃദയം
വല്ലാത്ത കേടും തിരുക്കുമുള്ളതാണ്. മനുഷ്യരുടെ ഇഴം മകാക്കേടും തിരുക്കുള്ളതുമായി இருக்கிறது. ഇതുപോലൊരു ഹൃദയത്തെ ആരാഞ്ഞറിയാൻ ആർക്ക് പറ്റും? இப்படிப்பட்ட இருதயத்தை ஆராய்ந்து அறிகிறவர் யார்? ഹല്ലേലൂയ. ஹல்லேலூயா. എത്ര നല്ല കണ്ണൊക്കെ തുറന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ ഹൃദയം ഇപ്പൊ എവിടെയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു അറിയാം. நாம் எங்கே இருந்து கொண்டு நம்முடைய இருதயம் எங்கெல்லாம் உலாவிக் கொண்டிருக்கிறது என்று அவர்களுக்கு தான் தெரியும். ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ നമ്മുടെ കർത്താവ്. നമ്മുടെ இருதயத்தை சரியாய் பார்க்கிற ஆண்டவரே യേശു. ഈ ശുദ്ധിയായിരിക്കേണ്ട ഹൃദയത്തിൽ, சுத்தமாய் இருக்க வேண்டிய ഈ இருதயத்தில், കർത്താവ് വസിക്കേണ്ട ഹൃദയത്തിൽ இயேசு வாசம் பண்ண வேண்டிய இருதயத்தில் ഇന്ന് സിനിമ നടന്മാരും നടിമാരുമാണ് വസിക്കുന്നത്. இன்னைக்கு സിനിമയും നടികர்களுം നടികകളും വസിக்கிறார்கள். കായിക താരങ്ങളാണെന്ന് വസിക്കുന്നത്, കളിക്കുന്നവർ, കളിക്കുന്ന താരങ്ങൾ, വിளையாட்டு வீரர்கள் வாசம் பண்ணுகிறார்கள். ആമേൻ. പിന്നെ ആമേൻ, കോളേജിൽ പഠിക്കുന്നവരാണ് വസിക്കുന്നത്, காலேஜ் தங்களோடு സ്കൂളിൽ படிக்கிறவர்கள் പഠിക്കുന്നവരാണ് വസിക്കുന്നത്, பள்ளிக்கூடத்திலே படிக்கிறவர்கள் ഫേസ്ബുക്കിൽ കണ്ടവരാണ് വസിക്കുന്നത്. ഫേസ്ബുക്കിലെ பார்த்தவர்கள் ഇന്ന് வசிக்கிறார்கள். കർത്താവിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനമില്ല. இன்றைக்கு இயேசுவுக்கு இருதயத்தில் இடமில்லை. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ஆகையால் வெளிப்படுத்தின விசேஷத்தில் இயேசு சொன்னார், ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, இதோ நான் வாசற்படியில் நின்று தட்டுகிறேன். ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ஒருவனின் சத்தத்தை கேட்டு വാതിൽ തുറന്നാൽ கதவை திறந்தார், ഞാൻ അകത്തു വന്ന് நான் அவனிடத்தில் பிரவேசித்து ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ചേർന്ന് അത്താഴം കഴിക്കും. நான் അവനോട് അവർ എന്നോട് ഭോജനം பண்ணுவார். ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് വസിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിലെ യേശു വാസം. നമ്മുടെ ആലയത്തിനകത്ത് എത്രത്തോളം വിശുദ്ധിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത്? നമ്മുടെ ആലയത്തെ എவ்வளவு പരിശുദ്ധത നാം കൊടുത്തിരിக்கிறோம். ആലയത്തിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. ആലയത്തിൽ ഇരിക്കും പോലെ മൊബൈൽ ഫോണை வைத்து விளையாடுகள் ഉണ്ട്. ആമേൻ. ആരാധന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ വാട്സ്ആപ്പ് ഓൺലൈനിൽ ഇരിക്കുകയാണ്. ആരാധനയിലെ പ്രസംഗം നടന്നുകൊണ്ടുപോകുന്നത് ഓൺലൈനിലെ വാട്സാപ്പിലെ അവர்கள் தொடர்பு கொண்டிருப்பார்கள். അടുത്ത കൂടെ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന വിശ്വാസിക്ക് മെസ്സേജ് അയക്കുകയാണ്. பக்கத்தில் இருக்கிற விசுவாசிக்கு மெசேஜ் அனுப்புகிறார்கள். പ്രസംഗം വെറും ബോറായിരിക്കുന്നു, பிரசங்கம் ரொம்ப போரா இருக்கு, ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ഇവർ இப்படி ആയിപ്പോയി. ആരാധന കഴിഞ്ഞിട്ട് അവിടെ പോകാം ആരാധന എന്നൊക്കെ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. அப்படியே மெசேஜ் பண்ணி கொண்டிருக்கிறார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് വന്ന് കുറ്റം പറയുന്ന അനുഭവങ്ങൾ, தேவசபைக்குள்ள வந்து அங்கே குற்றம் பார்க்கிறவர்கள். ഒരു കാലത്ത് 10 മണിക്കുള്ള ആരാധനയ്ക്ക് 9:45 ദൈവസഭയ്ക്കകത്ത് കയറുമായിരുന്നു. ഒരു കാലത്തിലെ 10 മണി ആരാധന എന്നാൽ 9:45 ஆலயத்துக்குள்ளே கடந்து வருவார்கள். ഇവിടെ ഇപ്പൊ ഒന്നാമത്തെ പാട്ട് തുടങ്ങിയപ്പോഴാണ് തുണി എവിടെയെന്ന് അന്വേഷിക്കുന്നത്. இங்கே முதலாவது பாடல் ஆரம்பிக்கும் போதுதான் துணி எங்கே இருக்கிறது என்று சொல்லி அங்கே ஆராய்ந்து പിന്നെ பார்க்கிறார்கள். 10:15 വല്ലവി തന്നെ ഡൈമടിച്ച് അകത്തേക്ക് വരികയാണ്. எப்படியாவது 10:15 மணி ஆகும்போது குதித்து உள்ளே வருகிறார்கள். ദൂതൻ വന്ന് ഇറങ്ങിയതുപോലെയാണ് ചിലർ ഓടി വന്ന് അകത്ത് നിൽക്കുന്നത്. தூதன் பறந்து வந்து இறங்குவது போல சிலர் ஓடி வந்து இருப்பார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് കർത്താവേ എന്റെ കുറവിനെ ക്ഷമിക്കണമേ, എന്റെ തെറ്റിനെ ക്ഷമിക്കണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്നെല്ലാം പ്രാർത്ഥന. എന്റെ കുറ്റങ്ങളെയും കുറകളെയും മിറുതലെയും അക്രമങ്ങളെയും പാപങ്ങളെല്ലാം മன்னிக்க வேண்டும் എന്നൊരു ജപം. ഇതെല്ലാം ക്ഷമിച്ച് തീരുമ്പോഴത്തേക്ക് ഇവിടെ ആരാധന തീർന്നു. ഇതെല്ലാം അവർ മன்னித்து முடியும் பொழுது ആരാധന முடிയോടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആരാധിക്കാത്തവനോട് ദൈവത്തിന് സംസാരിക്കൊന്നുമില്ല. ആമേൻ. ആ ദേവനെ ആരാധിക്കാത്തവനിടത്തിൽ ദേവനുക്ക് പേசுவதற்கென்று ഒന്നുമില്ല. ദൈവത്തിന്റെ പൈതലെ, നീ ആരാധിക്കുന്നതാണ് നിനക്ക് അഴകെന്ന് പറയുന്നത്. ആ ദേവനെ ആരാധിപ്പതുதான் ഉനക്ക് അഴക്. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. எனக்கு அழகெல்லாம் நீங்க தானே, எனது ஆசையெல்லாம் நீங்க தானே, எனக்கு அழகெல்லாம் நீங்க தானே, எனது ஆசையெல்லாம் நீங்க தானே. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போகவில்லை. இயேசு நீங்க இருக்கையில நல்ல கை தட்டுவோம், நாங்க சோர்ந்து போகவில்லை. ஓ தாயும் தகப்பனும் நீங்க தானே, தாங்கும் சுமை தாங்கி நீங்க தானே, தாயும் தகப்பனும் நீங்க தானே, தாங்கும் சுமை தாங்கி நீங்க தானே. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போகவில்லை. இயேசு நீங்க இருக்கையில நாங்க சோர்ந்து போகவில்லை. நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க, நீங்க எல்லாமே பார்த்து கொள்வீங்க. ஹல்லேலூயா. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ നാം ആരാധി
ആരാധിക്കുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ അഴകെന്ന് പറയുന്നത്. நாம் தேவனை ஆராதிப்பதுதான் தேவனுடைய பிள்ளைகளுக்கு அழகு. ആരാധിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. தேவனை உண்மையாய் ஆராதிப்பவனை ஒருவனும் தோற்கடிக்க முடியாது. മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ച ദാവീദിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് സിംഹാസനത്തിൽ ഇരുത്തിയവനാണ് എന്റെ ദൈവം എന്ന് പറയുന്നത്. அந்தரத்திலே கர்த்தர் ஆராதித்துக் கொண்ட தாவீதை அரண்மனையில் அரசனாக உயர்த்தினவர் தான் நம்முடைய தேவன். ഹല്ലേലൂയ. ஹalleluya. ആമേൻ. ആരാധിക്കുന്നവന് പ്രൊമോഷൻ നിശ്ചയമാണ്. ஆராதிக்கிறவர்களுக்கு ப்ரமோஷன். ആടുകൾ മേയ്ത്തവൻ അരസനായി മാറിനാൻ. ആടുകൾ മേയ്ത്തവൻ അരസനായി മാറിനാൻ. ആരാധിക്കും വീരർക്കോ പ്രമോഷൻ നിശ്ചയോ. ആരാധിക്കും വീരർക്കോ പ്രമോഷൻ നിശ്ചയോ. തുതിത്ത് പാടി മതിലെ ഇടിപ്പോ മകിഴ്ந்து പാടി എരികോ പിടിപ്പോ. തുതിത്ത് പാടി മതിലെ ഇടിപ്പോ മകിഴ്ந்து പാടി എരികോ പിടിപ്പോ. തുതിയെടുത്ത സാത്താനോടുവാ മുറുമുറുത്താ തിരുമ്പി വരുവാ. തുതിയെടുത്ത സാത്താനോടുവാ മുറുമുറുത്താ തിരുമ്പി വരുവാ. തുതിത്ത് പാടി മതിലെ ഇടിപ്പോ മകിഴ്ந்து പാടി എരികോ പിടിപ്പോ. തുതിത്ത് പാടി മതിലെ ഇടിപ്പോ മകിഴ്ந்து പാടി എരികോ പിടിപ്പോ. ഹല്ലേലൂയ. സ്തുതിച്ച ജനത്തിന് എരികോ പട്ടണത്തെ കീഴടക്കാൻ കഴിയും. துதிக்கிற தேவனுடைய பிள்ளைகளுக்கு எரிகோ கோட்டையை தகர்க்க ഇവിടെ முடியும். സഭയ്ക്കകത്ത് കയറിയാൽ ആരാധിക്കാൻ സമയമില്ല. കുറവെല്ലാം ഏറ്റുപറഞ്ഞ് തീർന്നപ്പോൾ ആരാധന തീർന്നു. இங்கே சபையில வந்து ஆராதிப்பதற்கு நேரமில்லை. குற்றம் குறைகளை அறிக்கை செய்த போது ஆராதனை முடிந்து പിന്നെ விட்டது. പറയുന്നത് എന്താണ്? പിന്നെ சொல்கிறது என்ன? പഴയതുപോലെ ആവിയിൻ പരിവർത്തനമില്ല. பழையது போல ஆவியனுடைய நடத்தல் ആവിയിൻ നടത്തിപ്പെല്ലാം പോയത് നിനക്കാണ്. ஆவியானுடைய நடத்துதல் போனது உனக்கு. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയത്തിന് ദൈവസഭയ്ക്കകത്ത് ആരാധനയ്ക്ക് കയറാത്ത ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ പരിവർത്തനത്തിന് ഇടം കൊടുക്കാതിരിക്കുന്ന അനുഭവം ഉള്ളിടത്തോളം കാലം ആത്മശക്തി ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. குறித்த நேரத்திலே கடந்து வந்து ஆண்டவரை ஆராதிக்காமல் இருக்கிற காலம் வரையில் ஆவிக்குரிய வாழ்க்கையில வளர்ச்சியடைய முடியாது, உயர்வடைய முடியாது. ആരാധന തീരുമ്പോൾ തന്നെ ഇരുന്നുകൊണ്ട് മുറുമുറുക്കാൻ തുടങ്ങും. ஆராதனை முடியும் போது முறுமுறுக்க ஆரம்பிப்பார்கள். നമ്മളിവിടെ പാടി എന്താണ്? തുതിയെടുത്ത സാത്താൻ ஓடுவாய், മുറുമുറുത്ത வருவாய். വരുവാൻ. ഹല്ലേലൂയ. അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? அவன் வந்துட்டு என்ன செய்வான் தெரியுமா? പിന്നെ കണ്ണിന്റെ കൺപോളയെ പിടിച്ച് ഇങ്ങോട്ട് തൂങ്ങും. கண்ணமையை பிடித்து அப்படியே அடைத்து விடுவான். ഹല്ലേലൂയ. പിന്നെ പ്രസംഗം ഒന്നും കേൾക്കാൻ സമയമില്ല. പിന്നെ பிரசங்கம் ஒண்ணும் கேட்க முடியாது. നല്ല ഉറക്കമാണ് വരുന്നത്. நல்ல தூக்கம் வரும், നല്ല ക്ഷീണം വരുന്നു, நல்ல சோர்வு வருது, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം അവൻ ഉണ്ടാക്കും. ஏதாவது குழப்பத்தை உண்டாக்குவான். പിന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇന്നത്തെ ചെയ്തിയും ശരിയില്ല. சோதனை சொல்லுவாரு, இன்னைக்கு பாச பிரசங்கம் ஒண்ணும் சரி. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, தேவனுடைய பிள்ளையே, ആമേൻ. നീ ദൈവസന്നിധി സമർപ്പിച്ച് தேவனுடைய சமூகத்தில் உன்னை சமர்ப்பித்து ദൈവസന്നിധിയിൽ കൃത്യമായി കടന്നു വന്നാൽ, தேவ சமூகத்திலே சரியான இடத்துல கடந்து வந்தால், നിഷ്ഠ ദൈവസന്നിധിയിൽ പാലിച്ചാൽ, நீங்கள் സമയத்தை நீங்கள் பாதுகாத்துக் கொண்டால், ഒരു മഴ വന്ന അവരെ ആലയത്തിൽ കാണാൻ, വിശ്വാസിയെ ആലയത്തിൽ കാണാനില്ല. ஒரு மழை வந்தா விசுவாசியை ஆலயத்தில் பார்க்க முடியாது. സഹോദരി സഹോദരൻ, നിങ്ങളെ ആലയത്തിൽ ആരാധനയ്ക്ക് കണ്ടില്ലല്ലോ, എന്ത് പറ്റി? சகோதரனை சகோதரனை நீங்கள் இன்றைக்கு ஆராதனைக்கு வரலையே, என்ன சம்பவித்தது? അയ്യോ പാസ്, അത് മഴയായിരുന്നു. மழையா இருந்தது. നീ മദ്രാസിൽ പോകാൻ ബസ് ബുക്ക് ചെയ്തിരുന്ന മഴയെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കോ? நீ சென்னைக்கு போவதற்காக பஸ்ல டிக்கெட் புக் பண்ணி இருக்கிறாய், மழை பெய்தது, நீ வீட்டில் அமர்ந்திருப்பாயா? വിദേശത്ത് പോകാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, മഴയെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കോ? வெளிநாட்டுக்கு போகும்படி சோதர் ஆகாய விமானத்திலே புக் பண்ணி இருக்கிறாய், அன்னைக்கு மழை பெய்கிறது, அதனால போகாத வீட்டில் இருப்பாயா? ദുബായിയെക്കാളും ചെന്നൈയെക്കാളും നിന്റെ ജോലിയെക്കാളും നിന്റെ സകലത്തിനെക്കാളും വലുതാണ് ജീവൻ തന്ന കർത്താവ്. உன்னுடையதானே சோதர பிரயாணத்தை பார்க்கலும், உன்னுடைய எல்லாவற்றை பார்க்கலும் பிரதானம் தான் கர்த்தருடைய ஆலயத்தில் வந்து கர்த்தரை ஆராதிப்பது. കർത്താവിനെ ആരാധിക്കുവാൻ ഹൃദയം ശുദ്ധിയുള്ളതായിരുന്നാൽ എന്റെ ദൈവത്തെ എനിക്ക് ആരാധിച്ചേ മതിയാകൂ എന്ന താല്പര്യമുണ്ടോ? இருதயம் உங்களுக்கு சுத்தமாய் இருந்தால் நிச்சயமாகவே என்னுடைய தேவனை ஆராதிக்க வேண்டும், ஆராதித்துதான் ஆக வேண்டும் என்ற சிந்தை உருவாகும். ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യാദികൾ പ്രവേശിച്ചാൽ, இதயத்துக்குள்ளாக தேவனுக்கு பிரியமில்லாத காரியங்கள் கடந்து வந்தால், ആരാധനയോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകും. ஆராதனையோடு உள்ளதான
தாகம் வாஞ்சை இல்லாமல் ദൈവത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകും. தேவனோடுள்ள பிரியம் இல்லாமல் போய்விடும். ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു, தானியேல் தீர்க்கதரிசி சொல்லுகிறார், യാഗപീഠം തകർന്നു പോയി, பலிபீடம் தகர்க்கப்பட்டது, യാഗം നടക്കുന്നില്ല, பலி நடக்கவில்லை, ആരാധന നടക്കുന്നില്ല, ஆராதனை நடக்கவில்லை, കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് പാട്ടുപാടി ആരാധിക്കാൻ പറ്റുന്നില്ല, கரங்களை கொட்டி பாடி கர்த்தரை துதிக்க முடியவில்லை. ഹല്ലേലൂയ. ஹல்லேலூயா. ഞാൻ ഇവിടുത്തെ 2-3 പിതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 2-3 முதியோர்கள் இங்க இருக்குவதை பார்த்து நான் கர்த்தரை ஸ்தோத்திரிக்கிறேன். എങ്ങനെ 80 വയസ്സൊക്കെ അവർക്ക് ആകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ஏறக்குறை 80 வயது ஆகும் என்று நான் நினைக்கிறேன். എന്റെ അപ്പനും ഏകദേശം 89 വയസ്സോളം ആകുന്നു. அவருடைய தகப்பனாருக்கு ஏறக்குறை 89 வயதாகிறது. Praise the Lord. ഇവിടെ അവര് താഴെ വന്നിരുന്ന് ആരാധിക്കുന്നുണ്ടപ്പോ ഞാൻ ദൈവത്തിൽ സന്തോഷിച്ചു. அவர்கள் தரையிலே அமர்ந்து ஆராதிப்பதை பார்த்தால் நான் கர்த்தருக்குள்ளே சந்தோஷிக்கிறேன். ബൂസ്റ്റും ഹോർലിക്സും കുടിക്കുന്ന അണ്ണന്മാരൊക്കെ കസേരയിലാണ് ഇരിക്കുന്നത്. பூஸ்டும் ஹார்லிக்ஸும் குடிக்கிறதான சகோதரர்கள் சேர்ல இருக்கிறார்கள். ജിമ്മിലൊക്കെ പോയി മസിൽ പവർ കാണിക്കുന്നവര് കസേരയിലാണ് ഇരിക്കുന്നത്. ஜிம்ல போய் தசையெல்லாம் நல்ல வலுவூட்டுகிறவர்கள் கசேரில் இருக்கிறார்கள். കൈ അടിച്ചപ്പോ കൈ അങ്ങോട്ട് അനങ്ങുന്നില്ല. சோத கை அடிச்ச போது சோத கை அடிக்க முடியல, பின்னால இழுக்கு. പാട്ട് പാടിയപ്പോ പാട്ട് പാടാൻ വരുന്നില്ല. பாட்டு பாடும்போது பாட்டு வரல. അതിന്റെ അർത്ഥം എന്താണ്? அதோட அர்த்தம் என்ன? ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ അഗ്നി ഇല്ലാതെ പോയിരിക്കുന്നു. இருதயத்துக்குள்ளாக ஆவியின் அனல் இல்லாமல் இருக்கிறது. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, ഹൃദയം ശുദ്ധി ഉള്ളതായി മാറട്ടെ. ராத்திரி வேளையிலே சவால் விட்டு சொல்லுகிறேன், உங்களுடைய இருதயம் சுத்தமுள்ளதாய் மாற നിങ്ങളുടെ வேண்டும். ഹൃദയം കത്തിക്കൊണ്ടിരിക്കട്ടെ. உங்களுடைய இருதயம் കത്തി ജ്വലിക്കുന്നതായിരിക്കട്ടെ. ജ്വലനം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. அக்கினி ஜுவாலை உங்களில் வெளிப்படட்டும். ആമേൻ. അങ്ങനെ ജ്വലിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ, அப்படியே ஜொலிக்கிற அனுபவம் உங்களுக்கு നിങ്ങളുടെ இருந்தால், ആരാധന നടുവിൽ എന്റെ കർത്താവ് ഇറങ്ങി വരും. உங்கள் ஆராதனை மத்தியில் இயேசு இறங்கி வருவார். ഇന്നത്തെ ആത്മീക ഗോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ, இங்கே ஆவிக்குரிய மண்டலத்தை பார்க்கும்போது, ആമേൻ, സ്തോത്രം, ഇന്നത്തെ ആത്മീക സഭകളെ നമ്മൾ നോക്കുമ്പോൾ, இன்றைக்கு ஆவிக்குரிய சபைகளை பார்க்கும்போது, ആത്മീക മനുഷ്യരെ നമ്മൾ നോക്കുമ്പോൾ, ஆவிக்குரிய மனிதர்களை பார்க்கும்போது, ലോകപ്രകാരമുള്ള ജീവിത രീതികൾ വന്നതുകൊണ്ട് അവർക്ക് ദൈവത്തെ ഹൃദയംഗമായി സേവിക്കാൻ കഴിയാതെ പോകുകയാണ്. உலக பிரகாரமான ஜீவித நிலைமைகள் மாறி வந்தபடினாலே அவள் விடுதலையோடு இருதய சுத்தத்தோடு தேவனை ஆராதிக்க முடியவில்லை. അമേരിക്കയിലുള്ള ഒരു പ്ലെയിനിൽ ലെഗിൻസ് ഇട്ടോണ്ട് പോയാൽ കയറ്റത്തില്ല. சோ தி லெகின்ஸ் பாத்தீங்களா, அமெரிக்க பிளைட்ல போட்டுட்டு போ அனுமதிக்க மாட்டார்கள். இங்க வரும் ആ ലെഗിൻസ് ഇട്ടോണ്ട് ദൈവസഭയ്ക്കകത്തേക്ക് പോയി. Praise the Lord. அந்த ரெண்டு பக்கம் கீறி கிடக்காது. ചിരിച്ചോണ്ടിരിക്കാൻ നേരമില്ല, നമുക്ക് പെട്ടെന്ന് പോകണം. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. സഭയിലെ அப்படியே ഉത്സാഹமா வருவார்கள். ആമേൻ. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ലെഗിൻസ് എന്ന് പറഞ്ഞാൽ നിന്റെ കാലിൽ ഒരു ആമേൻ വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് അടിയിൽ ധരിക്കേണ്ട വസ്ത്രമാണ്. சோதர ஒரு மேல் வஸ்திரம் தரிப்பதற்கு முன்னாக உள்ளான வஸ்திரமாய் தரிக்க வேண்டியது. അതുകൊണ്ടാണ് ലെഗിൻസ്, അത് കാലിൽ ധരിക്കുന്നത് കൊണ്ട് ലെഗിൻസ് എന്നതിന് പേര് വന്നത്. அதனாலதான் லெகின்ஸ் ன்னு പേര് വന്നിருக்கு. ലോകപ്രകാരമുള്ള ഒരു ഫ്ലൈറ്റിൽ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചവനെ കയറ്റുന്നില്ലെങ്കിൽ, உலக பிரகாரமான அந்த ஆகாய விமானத்தில் இப்படிப்பட்ட வஸ்திரத்தை தரிக்கிற ദൈവസഭയ്ക്കകത്ത് അത് ഇട്ടുകൊണ്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? தேவனுடைய சபையிலே அப்படி அணிந்து வர உனக்கு எவ்வளவு தைரியம் வந்தது? ഇന്ന് രാത്രി നിന്റെ യാഗപീഠം ശുദ്ധിയുള്ളതായി മാകട്ടെ. இந்த ராத்திரி வேளையிலே உங்களுடைய பலிபீடம் சுத்தமாகட்டும். ആമേൻ. വസ്ത്രധാരണം എങ്ങനെയുള്ളത്? உங்களுடைய வஸ்திர அணிதல் எப்படி இருக்கிறது? ആ പാന്റ് ധരിച്ച പാന്റ് ഇപ്പൊ താഴെ പോകുന്നു തോന്നുന്നു. சோதர சிலருடைய சோதர பேண்ட் அணிந்திருக்கிற பார்த்தா திடீர்னு கீழே இறங்கி போற மாதிரி വേണമെങ്കിൽ ഇൻഷർട്ട് ചെയ്യാതെ വരാം. சோதர ഇൻഷർട്ട് ചെയ്യാതെ വരാം. வேணா இன் பண்ணாம வரலாம். എന്നാ ഇൻഷർട്ടും ചെയ്ത് ஆனா இன் பண்ணி അടിയിലിട്ടിരിക്കുന്ന വസ്ത്രവും കാണിച്ച് உள்ளாடைய வெளியே ഇപ്പൊ എല്ലാം താഴെ പോകുന്ന പേടിച്ച് പേടിച്ച് നിൽക്കണം. சோதர எல்லாம் இப்ப கீழே தாழ்ந்து போன்னு பயந்து நிக்கணும். പ്രത്യേകിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവേ ഇവന്റെ ആരാധന കഴിയുന്നവരെ അവന്റെ തുണി താഴെ പോകരുത്. நம்ம எல்லாரும் ஜெபிக்கணும், ஆண்டவரே ஆராதனை முடிகிறது வரை இவருடைய பேன் அவிழ்ந்து கீழே போகாத ഹല്ലേലൂയ. മാന്യം മര്യാദയ്ക്കും തലമുടി വെട്ടിക്കൊണ്ട് നടന്ന സഹോദരന്മാരാണ്. ஆமென். நல்ல முறையிலே தலைமுடியை வெட்டி கொண்டு வந்த சகோதரന്മാര് ഇപ്പൊ നോക്കിയപ്പോ ഇവിടെ ഒരു ചുമ്മാടിരിക്കുന്നു. சோதரா இப்ப பார்த்தா மேல ஒரு சும்மாடு, ഇവന്റെ ഇവിടെ എല്ലാം പോയി. இங்க சைடு எல்லாம் போச்சு. വചനം വിളിച്ചു പറയുന്നത്, നിന്റെ തലയുടെ അഗ്രം വിരൂപമാക്കരുത്, உன்னுடைய தலைமுடிയുടെ നിന്റെ താടിയുടെ അഗ്രം വിരൂപമാക്കരുത്, உன்னுடைய தாடியுடைய ரூபத்தை நீ அருவருப்பாக்க கூடாது. ആമേൻ. നിന്റെ തല ശരിയായ നിലയിൽ ക്ഷൗരം ചെയ്യണം. உன்னுடைய தாடியை சரியான முறையிலே சவரம் செய்ய എന്നെ வேண்டும். കാണുമ്പോ ലോകക്കാര് പറയണം അവനൊരു ദൈവ പൈതലാണ്. உன்னை பார்க்கும்போது உலகம் சொல்ல நீ அவருடைய பிள்ளை என்று. ഹല്ലേലൂയ ചൊല്ലുங்க. Praise the Lord. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, പ്രിയமான தேவனுடைய பிள்ளை, ലോകത്ത് നടക്കുന്ന വേഷവിധാനങ്ങൾ നടത്തുവാനുള്ള സ്ഥലമല്ല ദൈവസഭ. உலக பிரகாரமான வேஷம் தரிக்க வேண்டிய இடமில்லை தேவனுடைய சபை. ആമേൻ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ബിലെയാം, ആമേൻ, മലയുടെ മുകളിൽ കയറി നിന്ന് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് வேதவசனம் சொல்லுகிறது, பிலேயாம் மலை மேல் நின்று இஸ்ரவேல் ஜனங்களை பார்க்கும் பொழுது ബിലെയാം വിളിച്ചു പറയുന്നു, பிலேயாம் கூப்பிட்டு சொல்லுகிறார், ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, இதோ தனியே வாசம் பண்ணுகிற ஒரு ஜனம், ജാതികളുടെ കൂട്ടം
കൂട്ടത്തിൽ അവരെ എണ്ണുവാൻ കഴിയുന്നില്ല. ജാതികളോട് കലവാத ഒരു ജനം. വെള്ളമടിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്നില്ല. മധുപാനം കുടിക്കുന്നവരിടത്തിലെ பார்க்க முடியாது. ചീട്ട് കളിക്കുന്നവന്റെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്നില്ല. ചീട്ട് വിളയാടുകളുടെ കൂട്ടത്തിലെ பார்க்க முடியாது. തമ്പാക്ക് വയ്ക്കുന്നവന്റെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്നില്ല. തമ്പാക്ക് അടിക്കുന്നവന്റെ കൂട്ടത്തിലെ பார்க்க முடியாது. തൊട പറയുന്നവരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്നില്ല. ഹോൾസലുடைய കൂട്ടത്തിലെ കാണ முடியாது. വീട് തോറും പോയി നുണപകന്റെ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്നില്ല. വീട് വീടാக சென்று குண்டடி சென்று குழப்பத்தை ഉണ്ടാക്കുന്നവരുടെ ഇടത്തിലെ കാണ முடியாது. ഇത് തനിച്ചു വാക്കുന്ന ഒരു ജനമാണ്. ഇത് തനിയെ ഇത് സാക്ഷാൽ ദൈവ പൈതലാണ്. ഇത് ഉണ്മയായ ദേവന്റെ ഇത് വേർതിരിച്ച് വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. ഇത് അழைத்து വേർതിരിക്കപ്പെട്ട ഇത് ജനം. കർത്താവിന്റെ പൈതലാണ്. ഇത് ദേവന്റെ പിള്ളை. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മീക കോളത്തിൽ വിവാഹം നടക്കുമ്പോൾ இன்னைக்கு ஆவிக்குரிய வட்டாரங்களில் திருமணம் நடக்கும்போது പ്രാർത്ഥിച്ചിറക്ക 9 മണിക്ക് പാസ്റ്റർ വീട്ടിലെത്തി. പ്രാർത്ഥിച്ച് വെളിയെ ആലയத்துக்கு கொண்டு வர பாஸ்டர் 9 மணிக்கு போய் சேர்ந்தாச்சு. 10 മണിക്കാണ് വിവാഹ ശുശ്രൂഷ. 10 മണിക്ക് தான் விவாக ஆராதனை. നോക്കിയപ്പോ കാണാൻ ചെറുക്കനെ കണ്ടില്ല, പെണ്ണിന്റെ വീടാണെങ്കിൽ പെണ്ണിനെ കണ്ടില്ല. സഹോദര பார்த்தா മണവാളനെ കാണല്ലേ, മണവാട്ടിയെ കാണല്ലേ. അവര് ക്യാമറക്കാരൻ വിളിച്ചുകൊണ്ട് പോയി. கேமரா புகைப்படம் எடுக்கிறவன் அழைத்து கொண்டே போனா. பின்னாலே போறான். കാത്തിരിക്കണം. പാസ്റ്റർ വന്ന് കാത്തിരിക്കണം. ആമീൻ. എന്തിനാണ് കാത്തിരിക്കേണ്ടത്? ക്യാമറക്കാരൻ എപ്പോ അവളെ കൊണ്ടുവരുവോ അല്ലെങ്കിൽ അവനെ കൊണ്ടുവരുവോ അപ്പോഴേ പ്രാർത്ഥിച്ചിറങ്ങാൻ പറ്റൂ. புகைப்படம் எடுக்க எப்ப திருப்பி அவர்களை கொண்டு வருகிறாரோ அதுவரையிலும் பாஸ்டர் காத்திருக்கணும். ഞാൻ എന്റെ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സഭയിൽ പാസ്റ്റർ சொல்லியிருக்கிறார், വല്ലവന് ക്യാമറ പിടിക്കണമെങ്കിൽ നേരത്തെ പിടിച്ചോണം, ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പ പ്രാർത്ഥിച്ചിറങ്ങണം. എനിക്ക് അബദ്ധം പറ്റി, അതുകൊണ്ടാണ്. புகைப்படம் எடுக்க வேண்டுமானால் நான் வருவதற்கு முன்னாலே புகைப்படம் எடுத்துக்கொள்ள வேண்டும். நான் வந்த உடனே ஜோமணி வெளியில இறங்க வேண்டும். കല്യാണ ചെറുക്കൻ നേരെയുള്ള പാന്റ് ഷർട്ട് ഇട്ടിരിക്കും. சோதர மணவாளன் நல்ல சரியான வஸ்திரத்தை வைத்திருப்பார். മണവാട്ടിയുടെ കോലം കാണണം, ദൈവം സഹിക്കൂല. മണവാട്ടിയുടേതാണ് സോദര ഡെക്കറേഷനെ பார்க்கணும், தேவன் സഹിച്ചു കൊള്ള മാട്ടാർ. ഈ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് പോയി. ചില നാட்கள் മുൻപ് ഒരു കല്യാണത്തിന് പോണേ. എനിക്ക് നല്ല പരിചയമുള്ള ഒരു കുട്ടിയാണ്, നല്ല പഴക്കമുള്ള ഒരു പിള്ളை. ഞാൻ പോയി നോക്കിയപ്പോ പുതിയ ആള് നിൽക്കുന്നു. ഞാൻ പോയി பார்க்குമ്പോൾ ഒരു പുതിയ ആളായി നിൽക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് കൂർന്ന് ഗവനിച്ചു പോകാൻ പുട്ടിയെല്ലാം ഇട്ട് പുട്ടി നല്ല പുട്ടി சுவருக்கு പുട്ടി போடுறதுல പുട്ടി போட்டு നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല പൗഡർ പോട്ട് നല്ല ചുണ്ടൊക്കെ ചോപ്പിച്ച് നല്ല ചുണ്ടെല്ലാം വാർണിഷ് അടിച്ച് ഒരു പുതിയ രൂപത്തിൽ നിൽക്കുകയാണ്. ഒരു പുതിയ രൂപം കൊടുത്ത് வைத்திருக்கிறது. ഈ ചെറുക്കൻ തിരിച്ചറിഞ്ഞാ ഭാഗ്യം. இந்த சகோதரன் இவதான் எனக்கு மணவாட்டின்னு சரியா புரிந்து கொண்டா നിലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് കഴുത്തിലും കാത്തിലും ആഭരണമില്ല. ഉനക്ക് ഈ കാത്തിലും കഴുത്തിലും ആഭരണങ്ങളില്ല. പക്ഷെ നിനക്ക് ഈ പുട്ടിയിട്ടുള്ള വേഷവിധാനം എന്തിനാണ്? പുട്ടിവിട്ട് വേഷം ധരിക്കുന്ന அந்த വേഷം എதற்கு? ലോകത്തിന്റെ ആചാരങ്ങൾ നിന്റെ മേൽ വന്നു വീഴരുത്. ഉലകത്തിൻ ആശാവാസങ്ങൾ ഉനക്കുള്ളിൽ കടന്നു വരക്കൂടാതെ. നീ സാക്ഷാൽ ദൈവത്തിന്റെ പൈതലായി തന്നെ ഇരിക്കണം. നീ ഉണ്മയാക ദേവനുடைய പിള്ളയാ ഇരിക്കണം. ദൈവസഭയ്ക്കകത്ത് ഒരു വിശുദ്ധ ദിവസത്തിൽ ഒരു വിശുദ്ധ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ ആമേ ശരിയായ വസ്ത്രധാരണം ചെയ്തു വേണം നീ അകത്തേക്ക് പ്രവേശിക്കാൻ. നീ പരിശുദ്ധ സ്ഥലത്തിൽ പരിശുദ്ധ ഉടമ്പടിക്ക് പണി ഒന്നായി ഇണക്കപ്പെടുവதற்கு വരുമ്പോൾ തകുതിயான ശരിயான നേർത്തിயான വസ്ത്രത്തെ ഉടുത്തി കൊണ്ടുവര വേണം. അത് സമ്മതിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ, സ്തോത്രം. അപ്പൊ ഹൃദയം എന്ന് പറയുന്ന യാഗപീഠം, ഹൃദയം എന്ന് പറയുന്ന കർത്താവിന്റെ വാസസ്ഥലം, അത് ശൂന്യമായ അനുഭവത്തിലായി അത് മ്ലേച്ഛ വിഗ്രഹങ്ങളെ കൊണ്ട് നിറയപ്പെടുന്നു. ദേവനുடைய ആലയമാകുന്ന ഹൃദയം അരുവരുപ്പുകൾ, ഉലക പ്രകാരமான അരുവരുപ്പുകളാൽ നിറഞ്ഞിരിക്കുന്നത്. കർത്താവ് വസിക്കുന്നില്ല. യേശു വാസം பண்ண முடியவில்லை. അഭിഷേകത്തിന്റെ നിറവില്ല. അഭിഷേകത്തിൽ നിറവില്ല. ആദ്യ സ്നേഹമില്ല. ആരംഭ നാட்களில் അൻപില്ല. ദൈവത്തോടുള്ള ബന്ധമില്ല. ദേവനോടുള്ള ഐക്യമില്ല. ആമേൻ. ക്ഷമിക്കുന്ന മനോഭാവമില്ല. മன்னிக்கிற சுபாவமில்ல. കർത്താവേ എന്ന് ദൈവസഭയ്ക്കകത്ത് വന്ന് ഒരു കാലത്ത് മുഴങ്കാൽ നിന്ന് ദൈവത്തെ നോക്കി നിലവിളിച്ച നിലവിളിയില്ല. ഒരു കാലത്ത് യേശുവേ എന്ന് சொல்லி தேவனுடைய ஆலயத்தில் வந்து முழங்கால் படியிட்டு கூப்பிட்டு அந்த ஜெபம் இல்லை. ഇന്ന് മുഴങ്കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല. இன்னைக்கு முழங்கால் படியிட முடியவில்லை. ആമേൻ. ഇന്ന് കരം അടിക്കാൻ കഴിയുന്നില്ല. இன்னைக்கு கரங்கொட்டி பாட முடியவில்லை. വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചത്, மருத்துவ சாஸ்திரம் கண்டுபிடித்திருக்கிறது, ഹാർട്ടിന് നല്ല എക്സർസൈസ് ആണ് നന്നായി കൈയടിച്ചാൽ. നന്നായി കൈ അടിത്താൽ ഇരുദയத்துக்கு ഒരു നല്ല എക്സർസൈസ്. നന്നായി കരമടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്നായി കരങ്ങളെ കൊട്ടി കർത്താവേ സ്തോത്രിക്കണം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിപ്പിൻ. ബലത്ത കൈതാളത്തോട് കർത്തരെ സ്തോത്രം பண்ணுங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം മാത്രമേ ഇവിടെ പറയാൻ സമയമായുള്ളൂ, സമയം കിട്ടുന്നുള്ളൂ. ഞാൻ വേഗത്തിൽ വരികയാണ് മുൻപിലോട്ട്. ഒരു കാര്യത്തെ தான் குறித்து சொல்ல സമയം கிடைத்தது. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, പ്രിയமான தேவனுடைய பிள்ளைகளே, ആമേൻ. കർത്താവിനെ നാം അകമഴിഞ്ഞ് ആരാധിക്കുന്ന അനുഭവം നമുക്ക് ആവശ്യം. ஸ்தோத்திரம். ஆண்டவராய் இயேசு கிறிஸ்துவை திறந்த இருதயத்தோடு சுத்த இருதயத்தோடு ஆராதிக்கிற அனுபவம் நமக்கு தேவை. അശുദ്ധി ഹൃദയത്തിനകത്തേക്ക് കയറിയാൽ, அசுத்தம் இருதயத்துக்குள்ளே பிரவேசித்தால், ആത്മീകന്റെ ഉള്ളിൽ അശുദ്ധി കയറിയാൽ, ஆன்மீக மண்டலங்களில் அசுத்தம் கடந்து வந்தால், ആത്മീകന്റെ സഭയ്ക്കകത്ത് അശുദ്ധി കയറിയാൽ, ஆவிக்குரிய சபையில அசுத்தம் கடந்து வந்தால், ഉടനെ നാം തിരിച്ചറിയണം, உடனே நாம் புரிந்து கொள்ள ഇനി வேண்டும். കാലമില്ല, കർത്താവ് വരാൻ പോകുകയാണ്. இனி காலம் இல்லை, இயேசு வரப்போகிறார். കർത്താവ് വരുവാൻ പോകുകയാണ്. கர்த்தர் வரப்போகிறார். കർത്താവ് വരുവാൻ പോകുകയാണ്. கர்த்தர் வரப்போகிறார். രണ്ടാമത്തെ അടയാളം இரண்டாவது அடையாளம் മത്തായി 24:37-38 വാക്യങ്ങൾ. மத்தேயு 24:37-38 வசனங்கள். അവിടെ പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലുമാകും. நோவாவுடைய நாட்களில் நடந்தது போலவே மனுஷகுமாரனுடைய நாட்களில் நடக்கும். കർത്താവിന്റെ വചനം പറഞ്ഞ അവർ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. கர்த்தருடைய வசனம் சொல்லுகிறது, அவர்கள் பெண் கொடுத்தும் பெண் எடுத்தும் இருந்தார்கள். അവർ തിന്നും കുടിച്ചും ആനന്ദിച്ചു. அவர்கள் புசித்து குடித்து ஆனந்தம் கொண்டார்கள். ആമേൻ. ഉൽപ്പത്തി 6-2 വാക്യം. ഉൽപ്പത്തി 6-2 വാക്യം. 6-ാം അധികാരം 6-ാം അധികാരം 2-ാം വചനം. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഓരോരുത്തരും ബോധിച്ചവരെ ഭാര്യയായിട്ടെടുത്തു. தேவனுடைய புத்திரர்கள் மனுஷபுத்திரர்கள் அவர்கள் அழகுள்ளவர்கள் என்று சொல்லி அவர்களை விவாகம் பண்ணினார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവ സഭയ്ക്കകത്തെ ആരാധിക്കുന്ന ആത്മീകൻ രക്ഷിക്കപ്പെടാത്ത, ആമേൻ, രക്ഷിക്കപ്പെടാത്ത ചെറുക്കനെ, രക്ഷിക്കപ്പെടാത്ത പെണ്ണിനെ വിവാഹം ചെയ്യുവാൻ തയ്യാറാകുന്ന കാലം. ரட்சிக்கப்பட்டு தேவ சமூகத்தில் கடந்து வந்து ஆவியில் ஆராதிக்கிற சகோதர சகோதரியை, ரட்சிக்கப்படாத சகோதரனை சகோதரியை விவாகம் பண்ணுகிற காலமாயிருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. നിങ്ങളുടെ ദേശത്ത് ഒരു പക്ഷെ അങ്ങനെ ഇല്ലായിരിക്കാം. உங்க தேசத்துல சில வேளை அப்படி இல்லாம എന്നാൽ ഇന്ന് അനേക ദേശങ്ങളിൽ അങ്ങനെയുണ്ട്. ஆனால் அநேக தேசங்கள் அப்படி நடக்கிறது. ലോകക്കാരി സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട്, உலக ஜனங்கள் அழகுள்ளவர்கள் என்று கண்டு, ലോകത്തിലെ മനുഷ്യൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട്, உலக மனுஷன் அழகுள்ளவன் என்று கண்டு, ദൈവത്തിന്റെ പുത്രൻ ആത്മീകൻ, ദൈവത്തിന്റെ പൈതൽ, தேவனுடைய பிள்ளை ஆன்மீகர்கள், ദൈവത്തിന്റെ பிள்ளைகள், ആമേൻ, എന്താ ചെയ്യുന്നത്? അവൻ ലോക മനുഷ്യനുമായി, ആമേൻ, ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാകുന്നു. உலக மனுஷனுமாக இணைக்கப்படுவதற்கு ஆயத்தமாகிறார்கள். ആമേൻ. കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള നല്ല തീരുമാനത്തിനല്ല വിവാഹങ്ങൾ നടക്കുന്നത്. குடும்பத்தில் ஒருமித்து எடுக்கிற தீர்மானத்தின்படி அல்ல இன்னைக்கு விவாகங்கள் நடக்கிறது. ഫേസ്ബുക്കിൽ കാണുന്നത്, വാട്സാപ്പിൽ വരുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതിനെ തിരഞ്ഞെടുക്കുവാൻ വ്യക്തികൾ തയ്യാറാകുന്നു. Facebook, വാട്സാപ്പിൽ കാണக்கூடியவர்களை தேர்ந்தெடுக்கிறதான காரியத்துக்குள்ளே கடந்து போகிறார்கள். ദൈവഹിതത്തിന്, ആമേൻ, അനുവദിക്കുന്നില്ല. தேவனுடைய சித்தத்துக்கு தங்களை அர்ப்பணிக்கிறது. ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല. தேவனுடைய ஆலோசனை கேட்கிறதில்லை. സൗന്ദര്യം നോക്കി, പണം നോക്കി, വിദ്യാഭ്യാസം നോക്കി ദൈവഹിതം അന്വേഷിക്കാതെ മുൻപിലോട്ട് പോയാൽ, தேவனுடைய சித்தத்தை அறிந்து கொள்ளாமல் பணத்தை பார்த்து, அழகை பார்த்து, பணத்தை பார்த்து, படிப்பை பார்த்து இப்படியாய் தெரிந்து கொண்டால், ലോകത്തിന്റെ നോഹയുടെ കാലത്ത് ലോകത്തിൽ നടന്നതുപോലെ, ആമേൻ, കർത്താവിന്റെ വരവിൽ സംഭവിക്കുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. நாட்களில் நடந்தது போல மனுஷகுமாரன் வரும் நாட்களில் நடக்கும் என்று கர்த்தருடைய வேதம் சொல்லுகிறது. 2 കൊരിന്ത്യർ 6-14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 6-ാം അധികാരം 14 മുതൽ 16 വരെയുള്ള വചനത്തിൽ, അവിശ്വാസികളോട് വിശ്വാസികൾ ഇണയില്ല, പിണ കൂടരുത്. വിശ്വാസികളോട് ഇണയ്ക്കപ്പെടக்கூடாது. വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്താണ് ഓഹരി? അവിശ്വാസിക്കും വിശ്വാസിക്കും തമ്മിൽ എന്ന് ഐക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, പ്രിയமான தேவனுடைய பிள்ளைகளே, ആമേൻ, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ആത്മീകം കടന്നുപോയാൽ, இப்படி ஒரு நிலைமைக்கு நேராக ஆத்மீகர்கள் ஆவிக்குரியர்கள் கடந்து போனால், ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആത്മീകരുടെ ഇടയിൽ നടക്കുന്നു എന്ന് കേട്ടാൽ, இப்படிப்பட்டதான சம்பவங்கள் ஆவிக்குரியவர்கள் இடையில் நடக்கிறது என்று சொன்னால், ദൈവജനം തിരിച്ചറിയണം, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. தேவனுடைய ஜனங்கள் புரிந்து கொள்ள வேண்டும், இயேசுவின் வருகை அதிசீக்கிரமாய் இருக்கிறது. തലമുറയോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന സാഹചര്യം വന്നാൽ, പലമുറയിലും சொல்லி கேட்கப்படவில்லை என்ற சூழ்நிலை வந்தால், മക്കൾ കീഴടങ്ങുന്നില്ല എന്ന സാധ്യതകൾ വന്നാൽ, தேவனுடைய பிள்ளைகள் கீழ்ப்படியாத சூழ்நிலை உண்டானால், നമ്മൾ തിരിച്ചറിയണം,
ചെയ്യണം, യേശു കർത്താവ് വരുവാൻ പോകുകയാണ്. நாம் புரிந்து கொள்ள வேண்டும், இயேசு கிறிஸ்து சீக்கிரமாக வரப்போகிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസം ഏറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം, ഒരുങ്ങിടാം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം, ഒരുങ്ങിടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കണം. பரிசுத்தத்தை பூரணமாக்கிக்கொண்டு ஆயத்தமாய் നോഹയുടെ കാലത്ത് അവര് തിന്നാനായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. நோவன் காலத்தில் புசித்தார்கள் குடித்தார்கள் என்று അവർക്ക് வேதவசனம். തിന്നുക കുടിക്കുക എന്നുള്ളതാണ് അവിടെ താല്പര്യം. அவர்களுக்கு புசிக்கிறது குடிக்கிறதெல்லாம் விருப்பம் கொண்டிருந்தார்கள். ഇന്നും ആത്മീകരുടെ ഇടയിൽ അത് തന്നെയാണ് താല്പര്യം. இன்றைக்கு ஆவிக்குரியருடைய மத்தியில் அதுதான் நடக்கிறது. ഉപവാസം മറന്നുപോയി, உபவாசத்தை மறந்து போனார்கள். ഉപവസിക്കാൻ കഴിയുന്നില്ല. உபவாசம் எடுக்க முடியவில்லை. വീട്ടിൽ നല്ല ആഹാരം വെച്ചിട്ട് എങ്ങനെ ഉപവസിക്കും പാസ്റ്ററെ? வீட்டிலே நல்ல ஆகாரங்களை வைத்துவிட்டு எப்படி உபவாசம் இருக்க നല്ല முடியும்? പായസം വീട്ടിൽ ഇരിക്കുന്ന എങ്ങനെ ഉപവസിക്കും? நல்ல பாயாசம் வீட்டில் இருக்கிறது எப்படி உபவாசிக்க முடியும்? ഈ അടുത്ത ദിവസത്തിൽ ഞാനൊരു ഹോസ്പിറ്റൽ സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ சமயத்திலே ஒரு ஆஸ்பத்திரியை சந்திக்க போன போது അവിടെ എഴുതിയിരിക്കുകയാണ്, அங்க எழுதி வைத்திருக்கிறது, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകാൻ சரீரத்திலே நல்ல ஆரோக்கியம் உண்டாக രാവിലെ காலையிலே 5 അണ്ടിപ്പരിപ്പ്, 5 முந்திரி பருப்பு, 5 ബദാം പരിപ്പ്, 5 பதாம் பருப்பு, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ, നട്സുകളെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നു. கொஞ்சம் எண்ணெய் வித்துக்களை குறித்து எழுதி இருக்கிறது. എന്നിട്ട് ഉച്ചയ്ക്ക് അല്പം ആഹാരം കഴിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. மத்தியானம் கொஞ்சம் ஆகாரம் சாப்பிட வேண்டிய எழுதி வைத்திருக்கிறது. എന്നിട്ട് വലുതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, பெரிதா எழுதி வச்சிருக்கிறது, ഇടയ്ക്കിടയ്ക്കുള്ള ഉപവാസം ശരീരത്തിന് നല്ലത്. இடையிடையே உபவாசிக்கிறது சரீரத்துக்கு நல்லது. ഹല്ലേലൂയ. அல்லேலூயா. ഇവിടെ 3 നേരത്തിന് പകരം 5 നേരം വെട്ടി അടിക്കുകയാണ് നമ്മൾ. இங்க 3 நேரம் சாப்பிடறதுக்கு பதிலாக 5 நேரம் அப்படியே உள்ள தள்ளிடுறோம். വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ வெள்ளிக்கிழமை உபவாசம் என்றால் നമ്മൾ പറയും പാസ്റ്ററെ കിടുകിടുകിടാ ഇരിക്കുന്നു, பாஸ்டர் கிடுகிடா இருக்குது, എനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല. எனக்கு உபவாசம் സഹോദര സഹോദരി, ഞായറാഴ്ചയെങ്കിലും ഉച്ചവരെ ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ சகோதரா சகோதரி ஞாயிற்றுக்கிழமையாகிலும் மதியானம் வரை உபவாசம் எடுக்க வேண்டும் என்று എന്നെ சொன்னார். കൊണ്ട് പറ്റൂല പാസ്റ്ററെ എന്ന് നമ്മൾ പറയുകയാണ്. என்னை கொண்டு முடியாத பாஸ்டர் என்று சொல்லுகிறார்கள். നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, நமக்கு ஒற்றை எண்ணமே உண்டு, തിന്നുക എന്നുള്ളത് മാത്രം. சாப்பிடுகிறது. നിങ്ങൾ നല്ല ആൾക്കാരാണ്, நீங்க நல்லவர்கள். നിങ്ങളെ കണ്ടാലറിയാം നിങ്ങൾ ആവശ്യത്തിനേ കഴിക്കൂ. உங்களை பார்த்தாலே தெரியும், தேவைக்கு மட்டும்தான் சாப்பிடுவீங்க. ആമേൻ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് തിന്നുന്നത്, நாம் ஜீவிப்பதற்காய் അല്ല சாப்பிடுகிறோம். തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരായിരിക്കരുത്. சாப்பிடுவதற்காகவே ஜீவிக்கவளாயிருக்கிறோம். ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്ത് നടക്കുന്ന സംഭവം എന്താ? இன்றைய உலகத்தில் நடக்கிற சம்பவங்கள் என்ன? ആമേൻ. നല്ല ആഹാരം, നല്ല ഹോട്ടലിൽ ചെന്നിരുന്ന ആഹാരമെല്ലാം വാങ്ങി വെക്കുന്നു, ஹோட்டலில் சென்று நல்ல ஆகாரங்களை ஆர்டர் பண்ணி வாங்குறார்கள். ഒരു സെൽഫി എടുക്കുകയാണ്, அதை ஒரு செல்ஃபி எடுக்கிறார்கள். ഞാൻ ഇതെല്ലാം തിന്നാൻ പോകുന്നേ സ്റ്റാറ്റസ് ഇടുകയാണ്. நான் இதெல்லாம் சாப்பிட போகிறேன், நீங்கள் பார்த்துக் கொள்ளுங்கள் என்று ஸ்டேட்டஸ்ல അതെല്ലാം ഫേസ്ബുക്കിൽ ഇടുകയാണ്. பேஸ்புக்கில் போடுகிறார். ഇതെല്ലാം അഹങ്കാരമാണ്, அதெல்லாம் அகங்கார அகந்தை. നിനക്ക് ദൈവം തിന്നാൻ തന്നാൽ സ്വോത്രം പറഞ്ഞ ആരും അറിയാതെ തിന്ന്. உனக்கு ஆண்டவர் சாப்பிட கொடுத்தா யாரும் அறியாமல் நல்ல சோத்திரம் பண்ணி നല്ല சாப்பிடு. ആഹാരം തന്നാൽ 10 പേർക്ക് കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്ത് നീ ആഹാരം കഴിക്കുക. நல்ல ஆகாரம் கிடைத்தால் 10 பேருக்கு கொடுக்க முடியும்னா கொடுத்து நீ சாப்பிடு. ഞാനൊരു കാര്യം പറയാം, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ആഹാരം ഇടണമെങ്കിൽ ദൂതൻ ഏലിയാവിന് കൊടുത്തതുപോലെ നിങ്ങൾക്ക് ദൂതൻ ആഹാരം തന്നാൽ, അല്ലെങ്കിൽ കർത്താവ് നല്ല ആമേ സ്തോത്രം കടലിന്മേൽ ചുട്ടതായ അപ്പവും മീനും എല്ലാം വെച്ചിരുന്ന ശിഷ്യന്മാരെ കാത്തിരുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയ നീ ലോകത്ത് പ്രസിദ്ധപ്പെടുത്ത്, എന്റെ കർത്താവ് എനിക്കിത് ആഹാരം തന്നു, എന്റെ ദൈവത്തിന്റെ ദൂതൻ വന്ന് എനിക്ക് ആമേ സ്വർഗീയ ഭക്ഷണം തന്നു എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട 10 പേര് ദൈവത്തെ സ്തുതിക്കും, കർത്താവിനെ അറിയും. எலியாவை போல ஆண்டவர் காகத்தை அனுப்பி உங்களுக்கு ஆகாரம் தந்திருந்தால் அதை நீங்கள் ஸ்டேட்டஸ்ல பேஸ்புக்ல போட்டால், அதுபோல ஆண்டவராய் இயேசு கிறிஸ்து மீன் பிடித்துக் கொண்டது அப்போஸ்தலருக்காக கரி நெருப்பு போட்டு மீன் சுட்டு அப்பம் வைத்து காத்திருந்தது போல இப்படி ஒரு அற்புதமான நிகழ்வு உங்கள் வாழ்க்கையில வந்தால், இதை நீங்க பேஸ்புக்ல, இதே இன்ஸ்டாகிராம்ல, இதே வாட்ஸ்அப்ல போட்டா இதை பார்த்து அநேக கர்த்தரை ஸ்தோத்திரம் பண்ணுவாங்க. കരങ്ങൾ ഉയർത്തി സന്തോഷമുള്ള സ്തോത്രം ചെയ്യാം.
ஹalleluya. എന്നോട് ദേഷ്യമില്ലല്ലോ നിങ്ങൾക്ക്. கோபம் இல்லையே உங்களுக்கு? രാത്രി ഞാൻ വന്ന് പ്രസംഗിക്കില്ല. நாளைக்கு வர மாட்டேன், நீங்க ഇന്ന് പ്രസംഗം കഴിഞ്ഞ ഉടനെ സ്തോത്രം പറഞ്ഞു പോകും. இன்னைக்கு பிரசங்கம் முடிந்த உடனே ஸ்தோத்திரம் பண்ணி போய். പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, பிரியமான தேவனுடைய பிள்ளைகளே, നമ്മൾ അല്ലാതെ നമുക്ക് കിട്ടുന്ന ആഹാരം ആമേൻ ആ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ആമേൻ തിന്നാനുള്ള ഒരു ആർത്തിയാണ് അത് കാണിക്കുന്നത്. இப்படியே ஆகாரம் கிடைக்கும் போது அதை நாம பிரஸ்தாபப்படுத்துகிறது ஒரு அகங்காரமாய் கணக்காக்கப்படுகிறது. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നത് ദൈവീകത്തിന് ഒത്തതല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. புசிப்போம், குடிப்போம், சந்தோஷிப்போம் என்பது திருவசனத்துக்கு ஒத்ததா இல்லை. ഇസ്രായേലിന്റെ ജീവിതത്തിൽ നടന്നവർ തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. இஸ்ரவேல் ஜனங்களுடைய வாழ்க்கையிலே புசிக்கவும் குடிக்கவும் விளையாடவும் எழுந்தார்கள் என்று எழுதியிருக்கிறது. നീ അധികം തിന്ന് ആഹാരം ആമേൻ അധിക ആഹാരം ഇന്നത്തെ സ്തോത്രം ഇഞ്ചക്ഷനൊക്കെ വെച്ച അല്ലെങ്കിൽ ഇന്നത്തെ കെമിക്കൽ ചേർത്ത ആഹാരം ഉള്ളിൽ ചെല്ലുമ്പോൾ അത് രക്തത്തിൽ കലരുമ്പോൾ പാപം ചെയ്യാൻ, ആവശ്യമില്ലാത്തടത്ത് കയറി കളിക്കാൻ നിന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത കടന്നു വരും. இன்றைக்குள்ள ஆகாரத்திலே சோதம் கெமிக்கல் மற்றும் இன்ஜெக்ஷன் பல காரியங்கள் செலுத்தப்படுகிறதுனாலே அந்த ஆகாரத்தை புசிக்கும் பொழுது பல பாவ இச்சைகள் கிரியைகளை தூண்டுகிறதானே அனுபவ சரீரத்தில் வெளிப்படுகிறது. അതുകൊണ്ട് ഏത് നല്ല ആഹാരം ലഭിച്ചാലും ആമേൻ ഡോക്ടർ അവിടെ എഴുതി വെച്ചിരുന്ന പോലെ ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും ഉപവസിക്കണം. என்ன ஆகாரம் கிடைத்தாலும் மருத்துவர் அந்த மருத்துவமனையில் எழுதி வைத்திருந்தது போல வாரத்தில் ஒரு முறையாவது உபவாசம் பண்ணணும். അതിനു മുമ്പ് എന്റെ കർത്താവ് പറഞ്ഞു ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് നല്ലത്. ஆண்டவர் இயேசு கிறிஸ்து சொன்னார் உபவாசம் பண்ணுகிறதும் ஜெபிக்கிறதும் நமக்கு நல்லது. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ആമേൻ ഈ ജാതി മാറിപ്പോകയില്ല. ഈ ബാധമാകണമെങ്കിൽ, ഈ രോഗമാകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. உபவாசத்தாலும் ஜெபத்தினாலும் இன்றி இந்த பிசாசு உங்களை விட்டு விலகாது என்று இயேசு சொன்னார். பிசாசினுடைய போராட்டங்கள், வியாதிகள், பிரச்சனைகள் உங்களை விட்டு அகல வேண்டுமானால் நீங்கள் உபவாசம் எடுத்து ஜெபிக்கிறவர்களாக இருக்க வேண்டும். ഉപവസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഉപവാസിക്കുന്ന ദൈവത്തിന്റെ പിള്ളേ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു വരുന്നതിന്റെ മൂന്നാമത്തെ അടയാളം വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. യേശു വരുവാർ என்பதற்கான மூன்றாவது அடையாளம் മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 25-ാം അധികാരം 5-6 വചനങ്ങൾ. അവിടെ പറയുന്നത് എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിയിലോ മണവാളൻ വന്നു. அங்கே சொல்லப்பட்டிருக்கிறது சோதரா 10 கன்னிகைகளும் நன்றாய் அயர்ந்து தூங்கினார்கள். மணவாளனுக்காய் காத்திருக்கும் பொழுது அவர் தூங்கி கொண்டிருந்தார்கள். 10 പേരും കാത്തിരുന്നവരാണ്. 10 பேரும் மணவாளனுக்காய் காத்திருந்தவர்கள். 10 പേരുടെ വിളക്ക് കത്തിക്കൊണ്ടിരുന്നതാണ്. 10 பேருடைய விளக்குகள் எரிந்து கொண்டிருந்தது. 10 പേരും യേശു ഇപ്പ വരും എന്ന് പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. 10 പേരും மணவாளன் வருவார் 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 என்று பாட்டு பாடிக்கொண்டிருந்தார்கள். എന്നാൽ മണവാളന്റെ വരവ് താമസിച്ചപ്പോൾ, ஆனால் மணவாளனுடைய வருகை தாமதமான போது അവർക്ക് ഉറക്കം വന്നു. അവരുടെ നിദ്ര ഉണ്ടാனது. കർത്താവ് ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ് നമ്മളും കർത്താവിന്റെ വരവിനെ മറന്നിരിക്കുന്നത് പോലെ, இயேசு கிறிஸ்து இதுவரை வராததனால இயேசு வருகையை மறந்திருப்பது போலவே ആമേൻ അവരും മറന്നങ്ങ് ഉറങ്ങി. அவர்களும் மறந்து மயங்கி நித்திரை பண்ணினார்கள். അർദ്ധരാത്രിയിലായപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. நடுராத்திரி ஆனபோது ஒரு சத்தம் முழங்குகிறது. രാജ്യമൊരുക്കിതാൻ വേഗം വരുമെന്ന പ്രിയന്തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കിതാൻ വേഗം വരുമെന്ന പ്രിയന്തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. മണവാളന്റെ ശബ്ദം അങ്ങ് ദൂരെ ആമേൻ ആഘോഷമായി മുഴങ്ങിയപ്പോൾ ഇവരുടെ കാതുകളിൽ അത് കേട്ടു. இதோ மணவாளன் வருகிறார், அவருக்கு எதிர்கொண்டு போக புறப்படுங்கள் என்ற சத்தம் தூரத்திலே கேட்டபோது நித்திரை விட்டு எழும்பினார்கள். അവർ ചാടി എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി. 5 പേരുടെ വിളക്ക് കത്തി, 5 പേരുടെ വിളക്ക് അണഞ്ഞുപോയി. அவர்கள் துரிதமாய் எழும்பினார்கள், தங்கள் விளக்குகளை ஆயத்தப்படுத்தினார்கள். 5 பேருடைய விளக்கு எரிந்தது, மற்ற 5 பேருடைய விளக்குகள் எரியவில்லை. ഇന്ന് എത്ര പേരുടെ വിളക്കാണ് പ്രകാശിക്കുന്നത്? இன்றைக்கு எத்தனை பேருடைய விளக்குகள் பிரகாசித்து എത്ര പേരുടെ അഭിഷേകമാണ് ഇന്ന് നിലനിൽക്കുന്നത്? எத்தனை பேருடைய அபிஷேகம் நிலைநிற்கிறது? എത്ര പേരാണ് അന്യഭാഷയിൽ നിന്നും ദൈവത്തോട് സംസാരിക്കുന്നത്? எத்தனை பேர் அந்நிய பாஷையோடு தேவனிடத்தில் എത്ര പേരാണ് കൃപാവരങ്ങളാൽ ഇന്നും നിറയപ്പെട്ടിരിക്കുന്നത്? எத்தனை பேர் கிருபை வரங்களால் இன்று நிறைந்திருக்கிறீர்கள்? അയ്യോ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വിലപിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. ஐயோ எல்லாவற்றையும் நான் இழந்து விட்டேனே என்று புலம்புகிற எத்தனை பேர் இருக்கிறார்கள்? ചിലർ പറയാറുണ്ട്, പാസ്റ്ററേ
சிலர் சொல்வார் பாஸ்டர் ഞാൻ അന്ന് പ്രവചിച്ച വ്യക്തിയാണ്, நான் அன்று പ്രവചിച്ച വ്യക്തിയാണ്, அன்னைக்கு தீர்க்க தரிசனம் உரைத்தவன், ഞാൻ അന്ന് ദർശനം കണ്ട ആളാണ്. அன்னைக்கு தரிசனம் பார்த்தவன், അന്ന് സഭയ്ക്കകത്ത് മുട്ടുമേൽ നിന്ന് ശക്തമായിട്ട് ആരാധിക്കണമെങ്കിൽ ഞാൻ മാത്രമേ அன்னைக்கு ഉണ്ടായിരുന്നുള്ളൂ. முழங்கால நின்று வல்லமையோடு ஆராதிக்கிறதுக்கு நான் மாத்திரம் தான் உண்டு. എന്നാ കർത്താവ് ചോദിക്കുന്നത് ஆனா இயேசு கேட்கிறார், ഇന്നലെ പിടിച്ച വല്ലതും ഉണ്ടോ എന്നല്ല, ഇന്ന് പിടിച്ച വല്ലതും ഉണ്ടോ എന്നാണ്. நேற்றைக்கு பிடிச்ச பழைய மீன் என்று இருக்கிறது என்றல்ல, இன்றைக்கு நீங்கள் பிடித்தது ஏதாவது இருக்கிறதா? ഇന്നലെ നമ്മൾ ആരായിരുന്നു എന്നുള്ളതല്ല വിഷയം, நேற்றைக்கு நம்ம ஆராய்த்தோம் என்பதல்ல ഇന്ന് விஷயம், നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. இன்றைக்கு நாம் எந்த நிலையில யாராக இருக்கிறோம் என்பதுதான் விஷயம். വചനം പഠിപ്പിക്കുന്നു, வசனம் சொல்லுகிறது, ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായി നല്ലത്. செத்த சிங்கத்தை பார்க்கலாம் உயிரோடு இருக்க நாய் வாசி. സിംഹം കടിച്ചു കീറി ശരിയാണ്, சிங்கம் பீறி போட உண்மைதான், സിംഹം ആരെയും കടിച്ചു കീറി തിന്ന് ശരിയാണ്. சிங்கம் யாரையும் பீறி சாப்பிட உண்மைதான். അതിപ്പോ ചത്ത് കിടക്കുന്നു, அது இப்ப செத்து போயிருக்கிறது. ആരെ തിന്നാനാണ്, யாரையும் தின்ன முடியும், ആരെ പേടിപ്പിക്കാനാണ്? யாரை பயப்படுத்த എന്നാ முடியும்? ജീവനുള്ള പട്ടി നിന്ന് കുരച്ചാ മതി മനുഷ്യൻ പേടിക്കും. ஜீவனுள்ள நாய் எழுந்து நின்று குறைத்தால் போது மனிதர்கள் பயந்து പ്രിയമുള്ള விடுவார்கள். ദൈവത്തിന്റെ പൈതൽ, ഇന്നലെ ആരായിരുന്നു എന്നല്ല, ഇന്ന് നമ്മൾ ദൈവികത്തിൽ ആരാണ്? தேவனுடைய பிள்ளையை நேற்று நீ யாராகிருந்தா என்பதில்லை, இன்றைக்கு நீ யாராகிருக்கிறாய் என்பதுதான் விஷயம். നമ്മുടെ അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? இன்றைக்கு நம்முடைய அபிஷேகத்தின் நிறைவு நம்முடைய നമ്മുടെ ஜீவிதத்தில் വിളക്ക് இருக்கிறதா? കത്തിക്കൊണ്ടിരിക്കുകയാണോ? நம்முடைய விளக்குகள் எரிந்து கொண்டிருக்கிறதா? എനിക്ക് പ്രകാശിക്കുന്ന ഒരു അനുഭവത്തിലാണോ നമ്മൾ ആയിരിക്കുന്നത്? எரிந்து பிரகாசிக்கிற ஒரு அனுபவத்தில் நான் இருக்கிறீர்களா? ആത്മീകത്തിൽ ഉറങ്ങി കിടക്കുന്നവനെ നീ ഉണർന്നെഴുന്നേൽക്കുക. ஆவிக்குரிய ஜீவிதத்திலே தூங்கி கொண்டிருக்கிறவனே நீ எழுந்திரு. വെളിപ്പാട് 3:2. வெளிப்படுத்துற விசேஷம் 1 அதிகாரம் ഉണർന്നു കൊള്ളുക, ചാവായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. நீ எழுந்து உன்னை பலப்படுத்திக்கொள். ആമേൻ. ചാവായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. தளர்ந்து போன நிலைமைகளை நீ பலப்படுத்திக்கொள். മത്തായി 13:25. மத்தேயு 13:25 കർത്താവ് പറഞ്ഞു, ശത്രു കള വിതച്ചത് യജമാനൻ ഉറങ്ങിയപ്പോൾ. எஜமான நித்திரை பண்ணி கொண்டிருந்த போது சத்துரு களைகளை விதைத்தான் என்று இயேசு നീ சொன்னார். ഉറങ്ങിയാൽ പിശാച് കള വിതയ്ക്കും. நீ தூங்கி கொண்டிருந்தால் பிசாசு களைகளை നീ விதைப்பான். ഉറങ്ങിയാൽ പിശാച് നിന്റെ വളർച്ചയെ മുരടിപ്പിക്കും. நீ தூங்கி கொண்டிருந்தால் உன்னுடைய வளர்ச்சியை பிசாசு ഒരു ദൈവ தடுக்கும். പൈതൽ ഉണർന്നിരിക്കേണ്ട വ്യക്തി ജീവിതമാണ്. ஒரு தேவனுடைய பிள்ளைகள் உணர்ந்து ஜீவிக்க வேண்டியதான എഫേസ്യർ ஜீவியம். 5:14. எபேசியர் 5:14 ഉറങ്ങുന്നവനെ ഉണർന്ന് ஆகியால் தூங்குற நீ எழுந்திருந்து മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. மரித்தவரிலிருந்து எழுந்திரு, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. அப்பொழுது கிறிஸ்து உன்னை பிரகாசிக்க பண்ணுவார். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, என்னை கேட்க தேவனுடைய பிள்ளை, ആമേൻ. ഇന്ന് രാത്രിയിൽ 3 അടയാളങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. இந்த ராத்திரியிலே 3 அடையாளங்களை சொன்னேன். ആത്മീക മനുഷ്യൻ ഉറങ്ങുന്നു എങ്കിൽ, ஆவிக்குரிய மனுஷன் தூங்குகிறான் என்றால், ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നോഹയുടെ കാലം പോലെ ആത്മീക ഗോളത്തിൽ സംഭവിക്കുന്നു എങ്കിൽ, நோவாவுடைய காலத்தில் சம்பவித்தது போல இன்றைக்கு ஆவிக்குரியத்தில் சம்பவிக்கிறது என்றால், വിശുദ്ധ സ്ഥലത്ത് അശുദ്ധി പ്രവേശിച്ചിരിക്കുന്നു എങ്കിൽ, பரிசுத்த ஸ்தலத்தில் அசுத்தம் நிரம்பி இருக்கிறது என்றால், തിരിച്ചറിയുക, കർത്താവിന്റെ വരവ് വാതിൽക്കലാണ്. நீங்க சரியாய் புரிந்து கொள்ளுங்கள், கர்த்தருடைய வருகை சமயம் இருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. എന്റെ സമയം തീരാൻ പോകുന്നു, ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. യേശു എങ്ങനെ വരും? என்னுடைய நேரம் முடிய போகிறது. இயேசு எப்படி வருவார்? 1 തെസ്സലോനിക്കർ 5:2. 1 தெசலோனிக்கர் 5 அதிகாரம் 2 യേശു കള്ളനെ പോലെ വരും. இயேசு ஒரு திருடனை போல യേശു வருவார். കള്ളനല്ല, இயேசு திருடன் அல்ல, യേശു കള്ളൻ വരുന്നത് പോലെ இயேசு திருடன் வருகிறது போல വരും. வருவார். അതിന്റെ അർത്ഥം എന്ത്? அதனுடைய அர்த்தம் என்ன? ഏതെങ്കിലും കള്ളൻ നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വരുന്നെങ്കിൽ നിങ്ങളെ അറിയിച്ചിട്ടാണോ വരുന്നത്? ஏதாவது திருடன் உங்களுடைய வீட்டிலே திருட வரும்போது உங்களுக்கு ஏற்கனவே அறிவிப்பு கொடுத்து தான் வருவானா? സഹോദര തങ്കപ്പ, നാളെ നിന്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് ഞാൻ കയറുമെന്ന് ഏതെങ്കിലും കള്ളൻ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ വരുന്നത്? தங்கப்பன் சகோதரா, நாளைக்கு உன்னுடைய வீட்டிலே திருடுவதற்கு வருவேன் என்று சொல்லிவிட்டு எந்த திருடனா வருவானா? അങ്ങനെ വന്നാൽ നമ്മൾ റെഡി ആയിരിക്കും അവനെ അറ്റാക്ക് ചെയ്യാൻ. சகோதரா, அப்படி வந்தால் நாம் தடியோடு அவனை தாக்க ஆயத்தமா இருப்போம். എന്നാൽ അവൻ പറയാതെയാണ് വരുന്നത്. ஆனால் அவன் சொல்லாம வருவான். കള്ളൻ വന്നിട്ട് திருடன் வந்துட்டு നിങ്ങൾ വീട്ടിന്റെ വെളിയിൽ നനച്ചിട്ടിരിക്കുന്ന തോർത്തെടുത്തോണ്ട് പോകാനല്ല വരുന്നത്. நீங்க வீட்டுக்கு வெளியிலே நனைத்து தொங்க விட்டு இருக்கிறதான டவல் எடுத்து கொண்டு போக வர மாட்டான். വീട്ടിന്റെ പുറത്ത് നിങ്ങൾ അടുക്കളക്കടുത്ത് കഴുകി കമത്തി വെച്ചിരിക്കുന്ന കറിച്ചട്ടി എടുത്തോണ്ട് പോകാനല്ല അവൻ വരുന്നത്. வீட்டுக்கு வெளியிலே கழுவி சுத்தமாய் வைத்திருக்கிறதான கலசத்தை எடுத்து கொண்டு போக കള്ളൻ വരുന്നത് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ളതിനെ കൊണ്ടുപോകാനാണ്. திருடன் வருகிறது உங்கள் வீட்டுக்குள்ளே விலை மதிப்புள்ள பொருட்களை எடுத்து യേശു നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ കടന്നു
വരും. യേശു നാം നിരയാത നാളികളെ വരുവാ. യേശു വരുന്നത് ഇവിടെ വിലപിടിപ്പുള്ളതിനെ കൊണ്ടുപോകാനാണ്. യേശു വരുന്നത് ഇங்கே വിലയേറപ്പെട്ടവകളെ കൊണ്ടുപോകാൻ. ആരാണ് വിലപിടിപ്പുള്ളവൻ? ആത്മാവിന്റെ നിറവ് പ്രാപിച്ചവൻ വിലയുള്ളവനാണ്. ആവിക്കുரிய நிறைவுடையவன் വിലയേറപ്പെട്ടവൻ. രക്ഷിക്കപ്പെട്ടവൻ വിലയുള്ളവനാണ്. രക്ഷിക്കപ്പെട്ടവൻ വിലയേറപ്പെട്ടവൻ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ വിലയുള്ളവനാണ്. ஆண்டவராய் இயேசுவுக்காய் நிற்கிறவள் விலையேறப்பட்டவள். അങ്ങനെയുള്ളവനെ കർത്താവ് കൊണ്ടുവരും. அப்படிப்பட்டவள் இயேசு அழைத்து சொல்வார். 1 തെസ്സലോനിക്കർ 4:16-17. 1 തെസ്സലോനിക്കർ 4:16-17. അവിടെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. அங்கே வசனம் இப்படி சொல்கிறது. കർത്താവ് താൻ ഗംഭീരനാദത്തോടും കർത്താവ് ആരവരത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ദേവനുടെ എക്കാളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പരലോകത്തിൽ ഇറങ്ങി വരുവാൻ. എന്റെ കർത്താവ് കാഹളനാദത്തോടെ ഇറങ്ങി വരും. എൻ ആണ്ടവരായ യേശു എക്കാള ശബ്ദത്തോടെ ഇറങ്ങി വരും. ഗംഭീര സ്വരം മുഴക്കുമ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദം ഗംഭീരമായ ശബ്ദം മുഴക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീര സ്വരം മുഴങ്ങുമ്പോൾ ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ആരവാര ശബ്ദം കേൾക്കുമ്പോൾ ലാസറിന്റെ കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വന്നതുപോലെ ലാസറുടെ കല്ലറ വിട്ട് ലാസർ വെളിയെ വന്നതുപോലെ മരിച്ച വിശുദ്ധന്മാർ പുറത്തു വരും. മരിച്ച പരിശുദ്ധവാൻകൾ കല്ലറ വിട്ട് വെളിയെ വരുവാൻ. പ്രധാന ദൂതന്റെ ശബ്ദം മീഖായേലിന്റെ ശബ്ദമാണ്. പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് சொல்லாத മിഖായേൽ ദൂതന്റെ ശബ്ദം. ദേശാന്തര ശക്തി ആ വരവിനെ തടുക്കുമ്പോൾ അന്ധകാര വല്ലവകൾ ഇനിയെ ഉയർത്തെഴുന്ന ജനങ്ങൾ വരുகிறதை തടയ பண்ணும்போது സ്വലോക ദുഷ്ടാത്മ സേന ആ വരവിനെ തടുക്കാൻ നിൽക്കുമ്പോൾ വാനമണ്ഡലത്തിലുള്ള പൊല്ലാലാവിൻ സേവകൾ അവர்களை തടയ பண்ணும்போது പ്രധാന ദൂതനായ മീഖായേൽ വരും. ആ പ്രധാന ദൂതനായ മിഖായേൽ വരുവാ. മീഖായേലിനെ കാണുമ്പോൾ ഈ ദേശാന്തര ശക്തികൾ ചിതറിപ്പോകും. ആ മിഖായേലെ കാണും பொழுது വാനമണ്ഡലത്തിലുള്ള ആവികൾ ചിതറി പോടുവാர்கள். ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ അണിയണിയായി പറന്നുയരും. ദേവരുടെ എക്കാള ശബ്ദം ധ്വനിക്കുമ്പോൾ അണിയണിയായി പരിശുദ്ധവാൻകൾ എഴുന്നള്ളി പോകും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ആമേൻ ഹല്ലേലൂയ. ആർക്ക് പോകാൻ പറ്റും? யாருக்கு போக முடியும்? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആ ക്രിസ്തുക്കുள் മരിத்தவர்கள் முதலாவது உயிர்த்தெழுவார்கள். ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. கிறிஸ்துவுக்குள் மரிக்க வேண்டுமானால் கிறிஸ்துவில் ஜீவிக்கணும். ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. கிறிஸ்துவுக்குள்ளே ஜீவிக்க வேண்டுமானால் கிறிஸ்துவுக்குள்ளே பிறக்க வேண்டும். ക്രിസ്തുവിൽ ജനിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും സ്നാനമേൽക്കണം. கிறிஸ்துவுக்குள்ளே பிறக்க வேண்டுமானால் ജലത്തിനാലും ആവിയിനാലും ஞானஸ்நானம் பெற வேண்டும். കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തെ ഏറ്റുപറയണം. ஆண்டவராய் இயேசு கிறிஸ்துவை சொந்த ரட்சகராய் ஏற்றுக்கொண்டு பாவத்தை உணர்ந்து அறிக்கை செய்து விட்டு விட வேண்டும். ഇത് ജ്ഞാന സ്നാനമാണ്. இது ஞான ஸ்நானம். അറിവ് വന്നതിന് ശേഷമുള്ള കുളി എന്നാണ് അർത്ഥം. ஞானம் வந்த பிறகு சோதர மூழ்குதல். ഇതല്ലാതെ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് തളിക്കുന്നതല്ല. കപ്പലെ തണ്ണി എടുത്ത് തളിപ്പതല്ല. ഇത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതാണ് സ്നാനം. ഇത് തണ്ണീരിൽ മൂழ்கി എളുമ്പുകിற സ്നാനം. യേശു യോർദാനിൽ ഇറങ്ങി സ്നാനമേറ്റ് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി. യേശു ക്രിസ്തു തണ്ണീരിൽ ഇറങ്ങി ജ്ഞാനസ്നാനം പെറ്റ് കരയേറിന് പൊഴുതി ആവിയാണ് പ്രാവിൻ രൂപത്തിൽ അവർ മേൽ ഇറങ്ങിനാർ. ഒറ്റ വാക്കിൽ നിർത്തുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കാഹളനാദത്തിങ്കൽ രൂപാന്തരപ്പെട്ട് കയറുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു ഏറ്റുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം പെറ്റ് പരിശുദ്ധാവി പെറ്റ് പരിശുദ്ധമായി ജീവിക്കുന്ന ദേവனுடைய பிள்ளைகள் മാത്രമേ അവിടെ വരുകയിലേ കടന്നു சொல்வார்கள். കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ മൂടുക. ഇരിക്കുന്ന സ്ഥലത്ത് വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. இருக்கிற இடங்களிலே வேகமாக எழுந்து நிற்போம். എല്ലാ കണ്ണുകളും വേഗത്തിൽ അടയട്ടെ. எல்லாரும் எழுந்து கண்களை மூடுவோம். നിങ്ങളായിട്ട് ലേറ്റ് ആക്കരുത്. പെട്ടെന്ന് വേഗത്തിൽ എഴുന്നേൽക്കാം. நீங்களாகவே தாமதமாக கூடாது. வேகத்தில் எழும்புவோம். നമ്മുടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. നമ്മുടെ ஆண்டவர் இயேசுவின் திருமுகத்தை നമ്മുടെ பார்ப்போம். കർത്താവിന്റെ കരുണ ഈ രാത്രി നമ്മുടെ മേൽ വെളിപ്പെടുന്നു. கர்த்தருடைய இரக்கம் நம்மேல் வெளிப்படுகிறது. സമയ പരിമിതി കൊണ്ട് ഞാൻ ഒറ്റ വാക്ക് നിങ്ങളോട് ചോദിക്കുന്നു. സമയം குறைவாயிருப்பதினால் ஒரே ஒரு வார்த்தை கேட்கிறேன். എനിക്ക് യേശുവിനെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണം. நான் இயேசுவின் வருகையில் எடுத்துக்கொள்ளப்பட வேண்டும். എനിക്ക് യേശു ഒരുക്കുന്ന വാസസ്ഥലത്തിൽ എത്തിച്ചേരണം. இயேசு எனக்கு ஆயத்தப்படுத்துகிற வாசஸ்தலத்திலே ഞാൻ கொண்டு போகணும். ഇതിനായി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ വലങ്കരം ഉയർത്താം. நான் அதற்காக வாஞ்சிக்கிறேன் சொல்லுகிற உம்முடைய வலகரங்களை உயர்த்துங்கள். അതിനിടയിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. அதற்கிடையில் ஒரு காரியத்தை சொல்லுகிறேன். ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. இதுவரையில் இயேசுவை சொந்த இரட்சகராய் ஏற்றுக்கொள்ளவில்லை. ഇതുവരെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനമേറ്റിട്ടില്ല. இதுவரையிலும் பிதா குமாரன் பரிசுத்த ஆவியாகிய திரியேகத்தோடு தேவனுடைய நாமத்தில் ஞானஸ்நானம் பெறவில்லை. ഇതുവരെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ടില്ല. இதுவரையில் பரிசுத்த ஆவியினுடைய நிறைவை பெறவில்லை. യേശു എന്റെ പാപത്തെ ക്ഷമിക്കണം. இயேசு என்னுடைய பாவத்தை மன்னிக்கணும். എനിക്ക് യേശുവിന്റെ കൽപ്പന പ്രമാണിക്കണം. இயேசுவினுடைய கட்டளைகளை கைக்கொள்ளணும். എനിക്ക് യേശുവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണം. இயேசுவின் அருகில் நான் எடுத்துக்கொள்ளப்பட എന്നെ வேண்டும். അതിനായി സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ என்னை அதற்காக சமர்ப்பிக்கிறேன் என்று നിങ്ങളുടെ சொல்கிறேன். കരം ഉയർത്തി വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. உம்முடைய കരങ്ങളെ ഉയർത്തിனால் நாங்கள் ഓ, சொல்லுவோம். ചില കരങ്ങൾ ഉയർത്തപ്പെടുന്നത് ഞാൻ കാണുന്നു. சில கரங்கள் உயர்த்தப்படுவதை காண்கிறேன். കർത്താവേ, ഇന്ന് രാത്രി ഈ ജനത്തെ രക്ഷിക്കണമേ. இயேசுவே இந்த ராத்திரி வேளை இந்த ஜனங்களுக்கு
ഇവിടെ പാപത്തെ ക്ഷമിക്കണമേ, പാവങ്ങളെ മன்னிക്കണം, ഇവിടെ കുറവുകളെ ക്ഷമിക്കണമേ, കുറവുകളെ അങ്ങയുടെ കൽപ്പന പ്രമാണിച്ച് ജീവിപ്പാൻ ഭാഗ്യം നൽകണമേ, കട്ടളകളെ കൈക്കൊണ്ട് വാഴ കൃപ തരണം, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ, അവരുടെ വരുകയ്ക്ക് ഞങ്ങളെ ആയത്തപ്പെടുത്തണമേ, അങ്ങയുടെ വരവിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ, വരുകയിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുകയാണ്. രണ്ട് കരങ്ങളെ ചേർത്തടിച്ചാൽ നല്ല കർത്താവിനെ നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എക്കാള ശബ്ദം വാനിൽ ധ്വനിത്തിടവേ എൻ യേശു മഹാജനെ വന്നിടുവാൻ, എക്കാള ശബ്ദം വാനിൽ ധ്വനിത്തിടവേ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. കല്ലറകൾ പരവി അങ്കുമിങ്കും கர்த்தரின் வார்த்தையை புரட்டுகிறார். கல்லர்கள் பரவி அங்குமிங்கும் கர்த்தரின் வார்த்தையை எல்லாரும் சேர்ந்து ரெண்டு கரங்களை படிச்சு ஓ ஹல்லேலூயா ஓ நிவால சந்தானே ஆமே கர்த்தரை வாரும் தீரும் கருத்துடன் விழித்திடுவோம். கால சத்தம் வானில் தோணித்திடவே என் இயேசு மகாராஜனே வந்திடுவார். கால சத்தம் வானில் கர்த்தாவே எங்களுடைய சத்தம் ஆமே ஓ சுத்தர்கள் யாவரும் சேர்ந்திடவே ஓ அந்த நாள் மிக சமீபமே சுத்தர்கள் யாவரும் சேர்ந்திடவே தேவய காலம் வானில் முழங்க தேவாதி தேவனை சந்திப்போரே. தேவய காலம் வானில் முழங்க தேவாதி தேவனை சந்திப்போமே. என் கால சத்தம் வானில் தோணித்திடவே என் இயேசு மகாராஜனே வந்திடுவார். என் கால சத்தம் வானில் தோணித்திடவே என் இயேசு மகாராஜனே வந்திடுவார். வானவு பூமியும் மாறிடிடும் வல்லவர் வார்த்தைதான் மாறிடவே. வானவு பூமியும் மாறிடிடும் வல்லவர் வார்த்தையும் மாறிடவே. தேவதூதர் பாடல் தொனிக்க தேவன் அவரை தரிசிப்போமே. தேவதூதர் பாடல் தொனிக்க தேவன் அவரை தரிசிப்போமே. கால சத்தம் வானில் தோணித்திடவே ஜனங்களை தொடுவீராக, நோயாளிகளை குணப்படுத்துவீராக, பாவிகள் மனம் திரும்பட்டு, நோயாளிகள் குணமடையட்டும், சத்துருவின் கிரியைகள் இயேசுவின் நாமத்தால் அப்புறப்பட்டு போகட்டும். எல்லாவரும் கரங்களை தட்டி கர்த்தரை துதிப்போம். ஹல்லேலூயா 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 ஹல்லேலூயா. எல்லாரும் கரங்களை கொட்டி ஹல்லேலூயா.